First of all, good evening, everyone. Welcome to DevOps Malayalam Beginner Series 2.0. അപ്പോൾ നമ്മുടെ ചെക്ക് പോയിന്റ് 1 നമ്മൾ അടിപൊളിയായിട്ട് കവർ ചെയ്തു. ലിനക്സ് സ്ക്രിപ്റ്റിംഗ്, ഗിറ്റ്, നെറ്റ്വർക്കിംഗ് എല്ലാം കവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെക്ക് പോയിന്റ് 2 ഇന്നാണ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് കണ്ടെയ്നറൈസേഷൻ, റൈറ്റ്? അപ്പോൾ വൺ ഓഫ് ദ വെരി ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. മോർ ലൈക്ക് എന്താ പറയുക, ലൈക്ക് നമ്മളൊരു വീട് കെട്ടുമ്പോൾ അടിത്തറ പോലെ, റൈറ്റ്? അപ്പോൾ അതിനായിട്ട് വി ഹാവ് അവർ റിസോഴ്സ് പേഴ്സൺ ഹിയർ. ഹിസ് നെയിം ഈസ് അമൽ ഷിബു. 2 words about him. So he works as a DevOps SRE at Support Sages. And a big thing to mention about him, he is a lead at AWS User Group Kozhikode, true community person from heart. I know him personally, so every time we engage in talks, we end up talking about how കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി എങ്ങനെ അടിപൊളിയാക്കാം, കുറച്ചും കൂടെ അടിപൊളി ഇവൻറ്റ്സ് എങ്ങനെ ആൾക്കാർക്ക് എത്തിക്കാം, അതല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ സ്പീക്കേഴ്സിനെ എങ്ങനെ ഉത്തേജിപ്പിക്കാം, അങ്ങനത്തെ കുറേ ടോക്സാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറ്. ഹീസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ DevSecOps, FinOps advocate, and he's also expertised in multi-cloud. അപ്പോൾ അമലിനെ ആ ടീം നല്ലൊരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല സെഷന്. ഹായ് അമൽ, വെൽക്കം. Hi Rema. Thank you for the kind words. Over to you. Yeah. So let me share my screen. സ്ക്രീൻ കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ് കാണാം. ബിഫോർ വി സ്റ്റാർട്ട്, എനിക്ക് ഒരു ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടാനാണ്. ഹൗ മെനി ഓഫ് യു നോ അബൌട്ട് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കണ്ടെയ്നറൈസേഷൻ അല്ലെങ്കിൽ ഡോക്കർ എന്ന് കേട്ടവർക്ക് ഈ ഒരു ഇവിടെ ചാറ്റ് എനേബിൾഡ് അല്ലേ? ചാറ്റില് കണ്ടെയ്നേഴ്സ് എന്ന് കേട്ടവരൊന്ന് അല്ലെങ്കിൽ ഡോക്കർ എന്ന് കേട്ടവരൊന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടാവും. കുബർനെറ്റീസ് എന്ന് കേട്ടവർ അതിന് ശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, കുബർനെറ്റീസ് എന്ന് കേട്ട എത്ര പേരുണ്ട്? അവരും ഒന്ന് കെ എന്ന് കമന്റ് ചെയ്യാവോ? കുബർനെറ്റീസ് ആണ് ഫേമസ് എന്ന് തോന്നുന്നല്ലേ? ബേസിക്കലി നമ്മുടെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കുബർനെറ്റീസ് റൺ ടൈമിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കണ്ടെയ്നർ ഇമേജസ്. അപ്പോ കുബർനെറ്റീസ്, അതായത് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു ടോപ്പിക്കാണ് കുബർനെറ്റീസ് ഒക്കെ, അതായത് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്ക് വരും. അപ്പോ അതിന് മുന്നേ നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് കണ്ടെയ്നർ. കണ്ടെയ്നറിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കുബർനെറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ബേസിലേക്ക് വരികയാണ്, നമുക്ക് എന്താണ് കണ്ടെയ്നേഴ്സ് എന്ന് അറിയാൻ പറ്റും. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടെയ്നേഴ്സിനെ പറ്റി പറയുമ്പോൾ എന്തിനാണ് ആക്ച്വലി കണ്ടെയ്നറൈസേഷൻ അല്ലെങ്കിൽ കണ്ടെയ്നറൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിലവിലേക്ക് വന്നേ, വാട്ട് വാസ് ദ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ് എന്ന് നമുക്ക് അറിഞ്ഞിട്ട് അതിലേക്ക് കടക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എത്താൻ സാധിക്കുക. സോ ഈ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നമ്മളൊന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് സ്മോൾ സ്ലൈഡ് ഡെമോ ഹൗ ടു ക്രിയേറ്റ് ആൻ ഇമേജ്, ഒരു ഇമേജ് എങ്ങനെ റൺ ചെയ്യാം, എന്തൊക്കെയാണ് ഡോക്കർ ഇമേജ്, ഡോക്കർ കണ്ടെയ്നേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൂടെ ഒക്കെ ഉള്ള ഒരു വാക്ക് ത്രൂ ആയിരിക്കും ഈ സെഷൻ. ഇറ്റ് വിൽ ബി ക്വൈറ്റ് എ സ്മോൾ സെഷൻ. സോ ഇവിടെ എത്ര ഡെവലപ്പേഴ്സ് ഉണ്ട്? ഡെവലപ്പേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു സാധനമായിരിക്കും ഇറ്റ് വർക്ക്സ് ഓൺ മൈ മെഷീൻ. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ എന്റെ പ്രൊജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്റെ ഒരു ഡിപ്പെൻഡൻസീസും കാര്യങ്ങളായിട്ട് ഫോർ എക്സാമ്പിൾ എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പൈത്തൺ 3 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗിറ്റും ഒക്കെ പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കോഡ് ഗിറ്റ് കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അല്ലെങ്കിൽ വേറൊരു ഡെവലപ്പറിന് ഞാനിത് പാസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ നടക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കയ്യിൽ പൈത്തൺ 3 ആണ്, എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ പൈത്തൺ 3.8 അല്ലെങ്കിൽ വേറൊരു വെർഷൻ ആണെങ്കിൽ അവിടെ
ഫസ്റ്റ് ടൈം തന്നെ എന്താ പറയാ ഡിപ്പെൻഡൻസി എറേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം ഞാൻ കോഡ് ചെയ്തത് ചിലപ്പോൾ പൈത്തൺ 3.10 ആ വെർഷൻ കമ്പാറ്റബിൾ ആയിരിക്കില്ല എന്റെ ഫ്രണ്ടിന് കിട്ടുന്ന കോഡ് 3.8. അപ്പോ ബേസിക്കലി നമ്മൾ പറയും എന്റെ മെഷീനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിന്റെ മെഷീന്റെ പ്രോബ്ലം ആണെന്ന് പറയും. പക്ഷെ ഇവിടെ മെഷീന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ കോഡിന്റെയും പ്രശ്നമല്ല, അത് സെറ്റപ്പ് ചെയ്ത എൻവയോൺമെന്റിന്റെ പ്രശ്നമാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങളും എൻവയോൺമെന്റ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നടക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കോഡ് ചെയ്യുന്നു, പ്രൊഡക്ഷനിലേക്കുള്ള കോഡ് നമ്മൾ പുഷ് ചെയ്യുന്നു. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെർഷൻ 3.8 ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോയ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ സെർവറിൽ കിടക്കുന്നത് ചിലപ്പോൾ 3.10 വല്ലതും ആണെങ്കിൽ അവിടെയും മിസ്മാച്ച് നടക്കുന്നു. കാരണം ഈ കോഡ് പ്രോപ്പർലി നമ്മൾ ഡിപ്ലോയ് ചെയ്ത പ്രൊഡക്ഷൻ സെർവറിൽ വർക്ക് ആവില്ല. അപ്പോ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഡെവലപ്പർമാരെ സ്ട്രെസ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. സോ ബേസിക്കലി നമ്മൾ പണ്ട് ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ പോസിബിൾ ആയി വരുന്ന ഒരു സമയത്തിന് മുന്നേ ആക്ച്വലി റൺ ബുക്കുകളും ഡിപ്ലോയ്മെന്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളായിട്ട് ഒരു വലിയ സെറ്റ് ഓഫ് ഡോക്ക് ഉണ്ടാക്കി വെക്കും. ഇത് ഇങ്ങനെയാണ് ഡിപ്ലോയ്മെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് ഒരു ഡോക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. സോ ബേസിക്കലി വൺ അനദർ ഡെവലപ്പർ, അല്ലെങ്കിൽ നമ്മളിപ്പോ പ്രൊഡക്ഷൻ സെർവറിലേക്ക് കോഡ് പുഷ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഹൗ യു ഡു തിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് എഴുതി വെക്കും. ഇവിടെ ബേസിക്കലി നമ്മൾ ഇതായിരിക്കണം പൈത്തന്റെ വെർഷൻ, DB ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് പൈത്തന്റെ വെർഷൻ ഇതാണെന്ന് ഉറപ്പിക്കണം. യൂഷ്വലി ഇതൊരു ടൈം ഇങ്ങനെ ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ടൈം സ്റ്റാർട്ടഡ് ടു വളരെയധികം ഡെവലപ്പർമാരുടെ സമയവും നമ്മളിപ്പോ പുതിയൊരു ഡെവലപ്പർ ഓൺബോർഡ് ആവുമ്പോൾ ആ ഒരു ഡെവലപ്പർ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, അതായത് ഇന്ന സ്പെസിഫിക് വെർഷൻ ഓഫ് പൈത്തൺ അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് വെർഷൻ ഓഫ് നോഡ് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ആ ഒരു ടൈം അവിടെ ഈറ്റപ്പ് ആവാൻ തുടങ്ങി. കാരണം ഡെവലപ്മെന്റ് ചെയ്യേണ്ട സമയമാണ് നമ്മൾ എൻവയോൺമെന്റ് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോകുന്നത്. സോ കണ്ടെയ്നേഴ്സിലേക്ക് വരുന്നതിന് മുന്നേ, അതിന് തൊട്ട് മുന്നേ പ്രെഡിസസർ ആയിട്ടുണ്ടായിരുന്ന ഒരു ടെക് ആയിരുന്നു VMware ഹൈപ്പർവൈസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇനീഷ്യലി നമ്മുടെ ഡിപ്ലോയ്മെന്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് ബെയർ മെറ്റൽ ഇൻസ്റ്റൻസിലായിരുന്നു. നമ്മളൊരു ബെയർ മെറ്റൽ ഇൻസ്റ്റൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന കൺസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്റെ ആപ്ലിക്കേഷൻ ഒരു മൈക്രോ സർവീസ് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ബേസിക്കലി എന്റെ ഒരു APIക്ക് റൺ ചെയ്യാൻ ചിലപ്പോൾ റെഡിസിന്റെ ഒരു സ്പെസിഫിക് വെർഷൻ വേണ്ടി വരും. ബട്ട് വേറൊരു ഡെവലപ്പർ ചെയ്യുന്ന ഒരു മൈക്രോ സർവീസിന് റെഡിസിന്റെ അനദർ സ്പെസിഫിക് വെർഷൻ വേണ്ടി വരും. അപ്പോ നമുക്ക് ഒരു ഫിസിക്കൽ സെർവറിൽ, ഒരു ബെയർ മെറ്റൽ സെർവറിൽ നമുക്ക് ഫിസിക്കലായി ഓടിക്കാൻ പറ്റുന്ന റെഡിസിന്റെ സെർവർ എപ്പോഴും റെഡിസിന്റെ പോർട്ടിന്റെ കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ വരും, റെഡിസിന്റെ ഫയൽസിന്റെ കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോ ടെക്നിക്കലി നമ്മൾ കണ്ടെയ്നറൈസേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സെർവറിൽ എനിക്ക് ഒരു വെർഷൻ ഓഫ് റെഡിസ് ഓടിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഇപ്പൊ എന്റെ വേറെ ഡെവലപ്പർ മൈക്രോ സർവീസ് ചിലപ്പോൾ വേറൊരു പൈത്തൺ വെർഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആ പൈത്തൺ വെർഷൻ പാരലി ഓടിക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അവിടെ കണ്ടെയ്നറൈസേഷൻ ഇല്ല, ഫയൽ സിസ്റ്റംസ് ഒക്കെ ഇതായിരിക്കും, ദേ വിൽ ബി ഓക്യുപ്പൈങ് ദി സെയിം ഫയൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ വെർഷൻ ഓഫ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കുഴപ്പമില്ല, പ്രോപ്പർലി ഇൻസ്റ്റാളും വർക്കിംഗ് ഒക്കെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ചില സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ലൈക്ക് MySQL പോലെ MySQL അപ്പാക്കുമ്പോൾ അവിടെ പോർട്ട് കോൺഫ്ലിക്ട് എടുക്കും. ഇപ്പൊ രണ്ട് വെർഷൻ ഓഫ് MySQL നമുക്ക് വേറെ പോർട്ടിൽ ഓടിക്കാം, പക്ഷെ എങ്ങനെയാണെങ്കിലും അവിടെയും ഫയൽ സിസ്റ്റം കോൺഫ്ലിക്ട്സ് വന്ന് ഒരു പ്രോപ്പർ ഡിപ്ലോയ്മെന്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം പല ഡിപ്പെൻഡൻസീസും നമ്മളൊരു ഫിസിക്കൽ സെർവറിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാകാൻ ഭയങ്കര ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. സോ അതിനുശേഷം നമ്മൾ ഈ ബെയർ മെറ്റൽ ഇൻസ്റ്റൻസുകളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വന്നൊരു സാധനമാണ് വെർച്വലൈസേഷൻ. ഹൈപ്പർവൈസർ, KVM എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി ഒരു വെർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു ബെയർ മെറ്റൽ ഇൻസ്റ്റൻസ് അല്ല, പക്ഷെ ഒരു ബെയർ മെറ്റൽ ഇൻസ്റ്റൻസിന്റെ മുകളിൽ മൾട്ടിപ്പിൾ OSS അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ. ലൈക്ക് നിങ്ങൾ VMware കേട്ടിട്ടുണ്ടാവും. പ്രോക്സ്മോക്സ് ഒക്കെ ഒരു പരിധി വരെ ഒരു വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. പക്ഷെ പ്രോക്സ്മോക്സ് ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അതിനുശേഷം വന്നൊരു കോൺസെപ്റ്റ് ആണ് കണ്ടെയ്നേഴ്സ്.
നമ്മുടെ ഒരു സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഓടിക്കാൻ, ഡിഫറെന്റ് നെയിം സ്പേസസിൽ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഫാക്ടറാണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നേഴ്സ് നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ആയി. അപ്പൊ ഈ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിന്റെ ഒരു ഡിപ്ലോയ്മെന്റ് സൈക്കിളും അവരുടെ ഒരു ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, അവരെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു ടൂളിംഗ് ആണ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ. അതിൽ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ട പോലെ കുബർനെറ്റിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ടൂൾ. വേറെയും പല ടൂളുകളും ഉണ്ട് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ആയിട്ട്. സോ കണ്ടെയ്നേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വെർച്വൽ മെഷീനിലേക്ക് വരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ക്ലിയർ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ലാസ്റ്റിലേക്ക് വെച്ചോണ്ടിരിക്കണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് മീ ആൻഡ് ആസ്ക്. ദാറ്റ് വുഡ് ബി ഇന്ററാക്റ്റീവ് ആവും, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വെർച്വൽ മെഷീൻസ്. വെർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടെയ്നറൈസേഷൻ ഫേമസ് അല്ല. കണ്ടെയ്നറൈസേഷൻ റെഗുലർ യൂസിലേക്ക് വരുന്നതിന് മുന്നേ വരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൂളിംഗ് ആയിരുന്നു വെർച്വൽ മെഷീൻസ്. നിങ്ങൾ VMware-ഉം KVM-ഉം അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും. കാരണം ഹൈപ്പർവൈസർ VMware ഒക്കെ ഒരു 2007 2006 കാലഘട്ടത്തിലൊക്കെ ഇറ്റ് വാസ് pretty famous for running many stuff. നമുക്കിപ്പോ മൾട്ടിപ്പിൾ OSs ഒരു സിസ്റ്റത്തിൽ ഓടിക്കാനാണെങ്കിലും ഹോപ്പ്ഫുള്ളി മെനി ഓഫ് യു വുഡ് ഹാവ് ഫിഡൽഡ് വിത്ത് VMware അതുപോലത്തെ ആപ്ലിക്കേഷനിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. സോ എന്താണ് ഒരു VM അല്ലെങ്കിൽ എന്താണ് ഒരു വെർച്വൽ മെഷീൻ? വെർച്വൽ മെഷീൻ ഇസ് ആക്ച്വലി നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാർഡ്വെയർ ലെവൽ ഉണ്ടാവും, ഒരു കേർണൽ ലെയർ ഉണ്ടാവും, ഒരു സോഫ്റ്റ്വെയർ ലെവൽ ഉണ്ടാവും. നമുക്ക് ഹാർഡ്വെയറിനോട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ, സോഫ്റ്റ്വെയറിന് ഹാർഡ്വെയറിനോട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കേർണൽ ലെവൽ വേണം. പക്ഷെ ഈ VM എന്ന് പറയുന്നത് കേർണൽ ലെവൽ അല്ല കിടക്കുന്നത്. അതിന് സെപ്പറേറ്റ് ഒരു ഹൈപ്പർവൈസർ ലെയർ ഉണ്ട്. ഈ ഹൈപ്പർവൈസർ ലെയർ ആണ് കേർണൽസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ്, ഈ ഹൈപ്പർവൈസറിന് മുകളിൽ നമ്മളൊരു സെപ്പറേറ്റ് OS ഇൻസ്റ്റാൾ ചെയ്യും. ഈ സെപ്പറേറ്റ് OSന്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു VMware എടുത്തിട്ട് നമുക്കൊരു ഉബുണ്ടുവിന്റെ സിസ്റ്റം ആണെങ്കിലോ അല്ലെങ്കിൽ വിൻഡോസിന്റെ സിസ്റ്റം ആണെങ്കിലോ ഏത് സിസ്റ്റം ആണെങ്കിലും നമുക്ക് പ്രൊവിഷൻ ചെയ്യാം, ഓടിക്കാം. ഇതിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വെർച്വൽ മെഷീനിൽ റൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് സെറ്റിംഗ് അപ്പ് യുവർ ഓൺ മെഷീൻ. അതായത് നമ്മളിപ്പോ ഒരു ലിനക്സിന്റെ ആണെങ്കിൽ ലിനക്സിന്റെ ISO എടുത്തു അത് ഫ്ലാഷ് ചെയ്ത് അത് അപ്പാക്കി. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന്റെ മെഷീൻ എടുത്ത് അത് അപ്പാക്കി. നമ്മൾ ഓരോ ഇമേജസിനും ഓരോ ISOയ്ക്കും ഓരോ സൈസ് ആയിരിക്കും. ചിലതിന് 2 GB ഉണ്ടാവും, ചിലതിന് 10 GB ആയിരിക്കും. അങ്ങനെ ഈ ഒരു മെഷീൻ ഇതിന്റെ മുകളിൽ അപ്പായി വന്ന് അതിന്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഓടുന്നതാണ് നമ്മുടെ വെർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കവർ ചെയ്യുന്നത്. ഈ വെർച്വൽ മെഷീൻ ഫെയിൽ ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ നമ്മുടെ സിസ്റ്റത്തിന് ഓൾറെഡി ഒരു കേർണൽ ഉണ്ട്, അതിന്റെ മുകളിൽ ഓൾറെഡി ഒരു OS ഉണ്ട്. ഈ OSന്റെ മുകളിലാണ് പിന്നെ നമ്മളൊരു OS റൺ ചെയ്യുന്നത്. അപ്പൊ തന്നെ അവിടെ 2 ലെവൽ ഓഫ് OSകളായി ഒരു റിഡൻഡൻസി വന്നു, ഒരു അനാവശ്യമായ ഒരു വേസ്റ്റേജ് വന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് കണ്ടെയ്നേഴ്സ്. ഡോക്കർ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറൈസേഷൻ ടെക്നോളജിയാണ്. ബട്ട് കണ്ടെയ്നേഴ്സ് ആസ് എ ഹോൾ ഈ ഒരു ലെയറിലാണ്, അത് ആ ഒരു റിഡൻഡൻസി ഒഴിവാക്കാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് അവർ കുറച്ചും കൂടെയും മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. സോ VMs എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹൗ ഡസ് എ കണ്ടെയ്നർ വർക്ക്? നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഒരു സിസ്റ്റത്തിന് ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ ലെയർ ഉണ്ടാവും, ഒരു കേർണൽ ലെയർ ഉണ്ടാവും, അതിന് മുകളിലാണ് ബാക്കി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ട പോലെ ഈ ഒരു ഗസ്റ്റ് OS ലെയർ ഉണ്ടല്ലോ, നമുക്ക് ഓൾറെഡി ഉള്ള OSന്റെ മുകളിൽ നമ്മൾ ഒരു OS ലെയർ യൂസ് ചെയ്തിട്ട് പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇടുന്നതിന് പകരം ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരിക്കുമുള്ള ഹോസ്റ്റ് OSന്റെ കേർണൽ, അതായത് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കേർണൽ നമ്മൾ ഡോക്കർ എഞ്ചിനുമായി ഷെയർ ചെയ്യും. സോ ഇഫ് യു ആർ റണ്ണിങ് എ കണ്ടെയ്നർ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് അതിൻ്റെതായ OS ഇല്ല, പക്ഷെ നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയ
കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയ OSന്റെ കേർണൽ ഷെയർ ചെയ്തുകൊണ്ടാണ് അതിന്റെ മുകളിലാണ് ബാക്കി ആപ്പുകളും അല്ലെങ്കിൽ സർവീസുകളും അല്ലെങ്കിൽ പ്രോസസ്സുകളും റൺ ചെയ്യുന്നത്. കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ബാക്കിൽ ഓടുന്നത് രണ്ട് മെയിൻ കേർണൽ ലെവൽ ഫീച്ചേഴ്സ് ആണ്. ഒന്ന് ലിനക്സ് നെയിം സ്പേസസ് എന്നും പറയും, സി ഗ്രൂപ്പ്സ് എന്ന് പറയും. സി ഗ്രൂപ്പ്സ് ഇസ് ആക്ച്വലി യൂസ് ടു എന്താ പറയാ നമ്മുടെ മെമ്മറി കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനാണ്. മെമ്മറി CPU കൺട്രോൾ ചെയ്യാൻ. നെയിം സ്പേസസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ പറയുകയാണ് ഇത് ആക്ച്വലി പുതിയൊരു നെയിം സ്പേസിലാണ്. ഈ നെയിം സ്പേസിൽ ഈ ഒരു പ്രോസസ്സർ മാത്രം റൺ ചെയ്യുന്നുള്ള ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ലിനക്സ് നെയിം സ്പേസസ്. ഈ രണ്ട് ഫീച്ചറുകളെയും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി ആസ് എ ഹോൾ വർക്ക് ചെയ്യുന്നത്. കണ്ടെയ്നറൈസേഷൻ ടെക്നോളജിയുടെ മുകളിൽ അതിനെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് റൺ ചെയ്യുന്ന ഒരു ലെയർ ആണ് നമ്മുടെ ഡോക്കർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ ആക്ച്വലി VM-ഉം കണ്ടെയ്നേഴ്സും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വൈ കണ്ടെയ്നേഴ്സ് സക്സീഡഡ് ഓവർ വെർച്വൽ മെഷീൻ. വെർച്വൽ മെഷീൻസ് ഇനീഷ്യൽ ഫേസിൽ കണ്ടെയ്നേഴ്സിനെക്കാട്ടും എന്താ പറയാ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കൺസിഡറേഷനും സിനാരിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ നോക്കുകയാണെങ്കിൽ വെർച്വൽ മെഷീൻ നമുക്ക് ഫുൾ OS ലോഡ് ചെയ്യണം. പക്ഷെ നമുക്ക് അവിടെ കണ്ടെയ്നേഴ്സിലേക്ക് വരുമ്പോൾ ഒരു ഫുൾ OS ഓടേണ്ട ആവശ്യമില്ല. കാരണം ഹോസ്റ്റിന്റെ കേർണൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് അവിടെ റൺ ആകും. അപ്പൊ അതിന്റെ സൈസ് ടെക്നിക്കലി നമ്മൾ എക്സ്ട്രാ ഒരു OS ഡൗൺലോഡ് ചെയ്യുമ്പോൾ GB കണക്കിന് ഡാറ്റ വരും. പക്ഷെ നമുക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുമ്പോൾ ചില കണ്ടെയ്നേഴ്സ് ചില ഇമേജസ് GB റേഞ്ചിൽ ഉണ്ടാവും. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയാ നമുക്കൊരു എക്സ്ട്രാ OS ഓടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇമേജിന്റെ സൈസുകൾ ചെറുതായിട്ട് MBSലേക്ക് വരും. സിൻസ് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് OS ബൂട്ടപ്പ് ചെയ്യേണ്ട സമയം വേണ്ടതുകൊണ്ട് ഒരു വെർച്വൽ മെഷീൻ സ്റ്റാർട്ടപ്പ് ആവാൻ 1 to 5 minutes എടുക്കും. കണ്ടെയ്നേഴ്സ് ലെസ് ദൻ 1 second എന്ന് പറയുന്നില്ല. ചില ഇമേജസും ചില കണ്ടെയ്നേഴ്സും നമുക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആൻഡ് ഈസിയർ ടൈമിലായിട്ട് ബെറ്റർ ദാൻ വെർച്വൽ മെഷീൻ നമുക്ക് കണ്ടെയ്നേഴ്സിൽ ഓടാം. വെർച്വൽ മെഷീന്റെ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ സെപ്പറേറ്റ് OSകളാണ് റൺ ചെയ്യുന്നത്. ബട്ട് നമ്മൾ കണ്ടെയ്നേഴ്സിലേക്ക് പോകുമ്പോൾ കണ്ടെയ്നേഴ്സ് ഇസ് മോർ ഓഫ് ഇൻ ദ പ്രോസസ് ലെവലിൽ ഒരു ഐസൊലേഷൻ ത്രൂ ആണ് നമ്മൾ ഇത് റൺ ചെയ്യുന്നത്, കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്നത്. പോർട്ടബിലിറ്റിയും കാര്യങ്ങളും നമ്മുടെ VMware സോഫ്റ്റ്വെയർ പോലെ ഇരിക്കും. പക്ഷെ നമുക്ക് ഡോക്കറിലേക്ക് വരികയാണെങ്കിൽ ഡോക്കർ ഇമേജ് അല്ലെങ്കിൽ ഡോക്കർ ഫയൽ നമുക്ക് വൺസ് റിട്ടൺ നമുക്ക് ക്രോസ് കമ്പാറ്റബിൾ ആയി യൂസ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഡോക്കർ ഇസ് എ കണ്ടെയ്നറൈസേഷൻ ഈസി ആക്കാൻ കൊണ്ടുവന്ന ഒരു ടൂള് മാത്രമാണ്. കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്നത് ഡോക്കർ കൊണ്ടുവന്ന ഒരു ഇൻവെൻഷൻ അല്ല. ബട്ട് അത് നമ്മുടെ ലിനക്സ് കേർണലിൽ ഡീപ്ലി ബേക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിനക്സ് നെയിം സ്പേസസും C ഗ്രൂപ്പ്സും ഈ രണ്ട് ഫീച്ചേഴ്സും യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പർലി റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കോൺസെപ്റ്റ് ആണ് ഡോക്കർ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഡോക്കർ ഇല്ലാണ്ട് നമുക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കാം. ഈ അൺഷെയർ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ദാറ്റ്സ് യൂഷ്വലി യൂസ് ടു സ്റ്റാർട്ട് എ പ്രോസസ് ഇൻ എ ന്യൂ നെയിം സ്പേസ്. അപ്പോ ഫോർ എക്സാമ്പിൾ അൺഷെയർ PID എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോസസ് ഐഡി, പുതിയ നെയിം സ്പേസിൽ ഒരു പ്രോസസ് ഐഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ PID ഉപയോഗിക്കുന്നത്. UTS എന്ന് പറയുന്നത് ഹോസ്റ്റ് നെയിം പുതിയ നെയിം സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അങ്ങനെ മൗണ്ട് കമാൻഡ് ഉണ്ട്, നെറ്റ് കമാൻഡ് ഉണ്ട്, നെറ്റ്വർക്ക് സ്റ്റാക്ക് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. സോ ലൈക്ക് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഡോക്കർ ഇല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു കണ്ടെയ്നർ അപ്പാക്കി എടുക്കാം. പക്ഷെ ബേസിക്കലി എങ്ങനെ ഒരു കണ്ടെയ്നർ അപ്പാക്കുമ്പോൾ പല തലത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ലൈക്ക് നെറ്റ്വർക്കിംഗ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി വൈബിലേക്ക് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഡോക്കർ എന്ന് പറയുന്നത്. സോ ലൈക്ക് നമുക്ക് ലിനക്സ് നെയിം സ്പേസസ് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ ഏർലി 2000s 2002 നമ്മൾ പോവുകയാണെങ്കിൽ അന്ന് മുതലേ ഈ നെയിം സ്പേസസ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ബട്ട് നമ്മളത് വൈഡ്ലി യൂസ് ചെയ്യാത്തതിന്റെ കാരണം അതിന്റെ ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് കുറവും അങ്ങനെ പല കാര്യങ്ങളായിട്ടാണ് നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് വരാഞ്ഞത്. എന്നാലും
ആ ടൈം മുതലേ ഈ നെയിം സ്പേസസും കണ്ടെയ്നറൈസേഷനും യൂസ് ചെയ്യുന്ന പലരും ഉണ്ട്. സോ ബേസിക്കലി കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്നൊരു കോൺസെപ്റ്റ് ആണ് ഡോക്കർ എന്ന് പറയുന്നത്. സോ വൈ ഡോക്കർ ആൻഡ് ഹൗ ഡോക്കർ? ഡോക്കർ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലെ തന്നെ ഡോക്കർ എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒരു ഇമേജിലേക്ക് ബേക്ക് ചെയ്തിട്ട് അത് റൺ ചെയ്യാനും അതിന്റെ ഓർക്കസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഡോക്കർ എന്ന് പറയുന്നത്. നമ്മൾ ഈ സെഷൻ തുടങ്ങിയപ്പോൾ മുതലേ കേട്ടിട്ടുണ്ടാവും കണ്ടെയ്നർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ന് പറയുന്നത്, കണ്ടെയ്നർ ഷിപ്പ് ചെയ്യാന്ന് പറയുന്നത്, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത് ലൈക് ഷിപ്പിംഗ് ടേംസിലാണ്. ഷിപ്പിംഗ് ടേംസിൽ പണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ വരുന്നതിന് മുന്നേ തോന്നിയ രീതിയിൽ നമുക്ക് കാർഗോ ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ സ്റ്റാൻഡേർഡൈസേഷൻക്ക് അവരൊരു കണ്ടെയ്നറിലേക്ക് ആക്കി. കണ്ടെയ്നർ നമുക്ക് ഏത് ഷിപ്പിലേക്ക് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഷിപ്പ് ചെയ്യാം. അതേ സെയിം അനലോഗിയാണ് നമ്മളിപ്പോ ഡോക്കർ കണ്ടെയ്നറിലേക്ക് വരുമ്പോൾ. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കൊരു കണ്ടെയ്നറിലേക്ക് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഷിപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് ഡൈവ് ഡീപ്പർ. അപ്പൊ എവിടെയാണ് നമുക്ക് ആക്ച്വലി ഡോക്കറിന്റെ യൂസ് കേസ് വരുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നമാണ് വെർഷൻ ഇൻകമ്പാറ്റബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഡെവ് ഇൻസ്റ്റൻസിൽ വർക്ക് ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ വർക്ക് ആവുന്നില്ല. കാരണം പൈത്തന്റെ വെർഷൻ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഓടുന്ന MySQLന്റെ വെർഷൻ ഡിഫറെന്റ് ആണ്. അപ്പോൾ പല പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡെവലപ്പറിന് തന്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണമെങ്കിൽ അതും ടൈം കൺസ്യൂമിങ് ആണ്. കാരണം നമ്മളിപ്പോ ഇന്ന സ്പെസിഫിക് വെർഷൻ ഓഫ് OS അല്ലെങ്കിൽ ഇത്ര സ്പെസിഫിക് വെർഷൻ ഓഫ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി വരും. അതൊന്ന് പിന്നെ നമുക്ക് ഡിപ്ലോയ്മെന്റ് ടൈംസ് ഈസി ആക്കാനായിട്ട് ഡോക്കർ ഉപയോഗിക്കാം. അത് എവിടെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നോഡ് ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നത്, ഡെവ് പ്രൊഡക്ഷൻ നമ്മൾ നോഡ് ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മൾ റൺ ചെയ്യുന്ന ഡിപ്പെൻഡൻസീസും പല കാര്യങ്ങളും സെയിം ആയിരിക്കും. ആപ്ലിക്കേഷൻ കോഡ് മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് ഈ ബാക്കി കോഡ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇമേജ് ആക്കി ഷിപ്പ് ചെയ്തിട്ട് അത് നമുക്ക് റീയൂസ് ചെയ്യാം. CI/CD പൈപ്പ്ലൈൻസും കാര്യങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ദാറ്റ് ബ്രിങ്സ് ഡൗൺ ദ ഡിപ്ലോയ്മെന്റ് ടൈം. പിന്നെ ഡോക്കർ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാനുള്ള കാരണം ഇസ് ഗ്രോത്ത് ഓഫ് മൈക്രോ സർവീസസ്. മൈക്രോ സർവീസ് ആർക്കിടെക്ചർ എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. പണ്ടെല്ലാം ഒരു മോണോലിത്തിക് ആർക്കിടെക്ചർ പോകുമ്പോൾ എല്ലാം കൂടെ ഒരു റൺ ചെയ്യാൻ ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ടായിരുന്നു. പക്ഷെ മൈക്രോ സർവീസസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിലെ പല സർവീസസ് തന്നെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല കാര്യങ്ങൾക്കായി ഓടിക്കുകയാണ്. അപ്പൊ പലതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മിക്ക സീനറിയോസിലും പല ഡെവലപ്പേഴ്സ് ആയിരിക്കും ഇതിന്റെ പല മൈക്രോ സർവീസിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡിപ്പെൻഡൻസിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം, വെർഷന്റെ വ്യത്യാസം ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഒരു മൈക്രോ സർവീസിന് ഞാൻ ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നോഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നോഡിൽ ഒരു ലൈബ്രറിയാണ് ഷാർപ്പ് എന്ന് പറയുന്നത്. ഷാർപ്പ് ലൈബ്രറി ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വെർഷൻ ആയിരിക്കാം. ആ വെർഷനാണ് ഞാനിത് കംപ്ലീറ്റ്ലി കോഡ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്റെ വേറൊരു ഡെവലപ്പറിന് ഈ ഒരു ലൈബ്രറിയിലെ ഒരു സ്പെസിഫിക് വെർഷനിൽ ഒരു സ്പെസിഫിക് ഫീച്ചർ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്റെ ഞാനിപ്പോ ഒരു മോണോലിത്തിക് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഡിപ്ലോയ് അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്റെ വെർഷന്റെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവാം, വേറെ ഡെവലപ്പർ ഉപയോഗിച്ച് വേറെ മൈക്രോ സർവീസിന് വേറൊരു ഡിപ്പെൻഡൻസി ഉണ്ടാവാം. ഇവിടെ ഒരു ഡിപ്പെൻഡൻസി ക്ലാഷ് വരും. അത് വൺ കേസ് ദാറ്റ് ഡോക്കർ സോൾവ്സ്. ഇങ്ങനെ പല ക്ലാഷുകളും, അല്ലെങ്കിൽ നമുക്ക് ഒരു എൻവയോൺമെന്റ് കൺസിസ്റ്റന്റ് ആക്കി വെക്കാം. പല സിസ്റ്റംസും പല എൻവയോൺമെന്റ്സും തമ്മിൽ. നേരത്തെ പറഞ്ഞ ഡിപ്പെൻഡൻസി ഐസൊലേഷൻ. പിന്നെ മൈക്രോ സർവീസ് ആർക്കിടെക്ചറും ഡോക്കറും മെയിൻ സ്ട്രീം ആയതോടെ ക്ലൗഡ് ഡിപ്ലോയ്മെന്റ്. നമുക്കിപ്പോ ഒരു ഡോക്കർ ഇമേജ് നമുക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് റൺ ചെയ്യാനുള്ള എൻവയോൺമെന്റ്സ് കൂടി. ഫോർ എക്സാമ്പിൾ AWS ആണെങ്കിൽ ECS ഉണ്ട്. ECS ഇലാസ്റ്റിക് കണ്ടെയ്നർ സർവീസസ്. കണ്ടെയ്നേഴ്സ് ഓടിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ഒരു ഓർക്കസ്ട്രേഷൻ ടൂളാണ് ഈ ആമസോൺ ECS എന്ന് പറയുന്നത്. GCPയിലും ക്ലൗഡ് റൺ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്, ബേസിക്കലി ഇമേജസ് റൺ ചെയ്യാനായിട്ട്. സെയിം വിത്ത് അഷ്യൂർ ആണെങ്കിൽ അഷ്യൂർ കണ്ടെയ്നർ റൺ ടൈം എന്ന് പറഞ്ഞ
അവരുടേതായ ഈ ECR പോലത്തെ അല്ലെങ്കിൽ ഒരു ഡോക്കർ ഇമേജ് റൺ ചെയ്യാനായിട്ടുള്ള റൺ ടൈം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ യാ, ദീസ് ആർ ഓൾ ഡിഫറെന്റ് യൂസ് കേസസ് വേർ ഡോക്കർ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കി. പിന്നെയും നമുക്കിപ്പോ പെട്ടെന്ന് ഒരു പോസ്റ്റ്ഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു റെഡിസിന്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നമുക്ക് ഡോക്കർ ആക്കി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഡോക്കറായി ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മുടെ എന്താണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പണ്ട് നമ്മളിപ്പോ റെഡിസ് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഫയൽ സിസ്റ്റം ക്ലീൻ ചെയ്യണം. പല കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ക്ലീനപ്പ് ഭയങ്കര tedious ആയിരിക്കും നമ്മൾ ഡയറക്റ്റ് ഒരു ബെയർ മെറ്റൽ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഈ ഒരു കേസ് ആണെങ്കിൽ നമുക്കൊരു ഡോക്കർ ഇമേജ് റൺ ചെയ്തിട്ട് ആ ഡോക്കർ ഇമേജ് ന്യൂക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു വേസ്റ്റേജ് എന്നുള്ള സിനറി നമുക്ക് ക്ലീൻ ആയി കിട്ടും. സോ യാ, ഡോക്കർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദി ഓൺലി കണ്ടെയ്നറൈസേഷൻ ടൂൾ. ഡോക്കർ അല്ലാണ്ട് പോഡ്മാൻ ഉണ്ട്. പോഡ്മാൻ ഇസ് പ്രെറ്റി ഫേമസ്. ആക്ച്വലി ഡോക്കറുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാം. ബട്ട് ഡോക്കർ ഇസ് സ്റ്റിൽ മെയിൻ സ്ട്രീം. പിന്നെ കണ്ടെയ്നർ ഈസ് ആക്ച്വലി നമ്മുടെ കുബർനെറ്റീസിന്റെ ഒക്കെ ഡിഫോൾട്ട് റൺ ടൈമായി യൂസ് ചെയ്യുന്ന ഒരു ഒരു ടെക്കാണ് കണ്ടെയ്നർ ഡി. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ LXC, LXD അത് കുറച്ചും കൂടെ VMCക്ക് കുറച്ചും കൂടി സിമിലർ ആയി. കാരണം അവിടെയും ഒരു കംപ്ലീറ്റ് OS ലോഡ് ചെയ്യുന്ന പോലെയാണ് അവര് കണ്ടെയ്നേഴ്സിനെ ഡീൽ ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് ഡിഫറെന്റ് കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി ദാറ്റ് ഹാസ് ബീൻ ദർ ആൻഡ് ഈസ് ദർ. ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒന്നാണ് ഡോക്കർ എന്ന് പറയുന്നത്. സോ ഡോക്കർ എങ്ങനെ ഉണ്ടായി? നമുക്ക് കുബർനെറ്റീസിന്റെ ഒറിജിൻ സ്റ്റോറി ഒക്കെ ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്. അതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ലൈക് ഡോക്കറിന്റെ ഒറിജിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഡോട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഹെറോക്കു അല്ലെങ്കിൽ വെർസൽ പോലെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ടല്ല, ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു റൺ ടൈം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു ഡോട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇത് അവരുടെ ഒരു ഇന്റേണൽ ടൂളിംഗ് ആയിരുന്നു. ഇന്റേണൽ ടൂളിംഗ് ഇൻ ദ സെൻസ് അവർക്ക് പല നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല വെർഷനിലായിരിക്കും പല ആൾക്കാർ ഒരു ആപ്ലിക്കേഷൻ കോഡ് ചെയ്ത് അല്ലെങ്കിൽ റൺ ചെയ്യാനായി ഇടുന്നത്. അപ്പോ ഇവരുടെ ഇന്റേണലി തന്നെ ഈ ഒരു ടൂൾ, അതായത് സെപ്പറേറ്റ് ആക്കിയിട്ട് കുറച്ചും കൂടെ ഈ കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയി ഇവരുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഇന്റേണൽ ടൂളിംഗ് ബെറ്റർ ആക്കി എങ്ങനെ എഫിഷ്യന്റ് ആയി റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡോക്കർ എന്ന് പറഞ്ഞൊരു ആ ഒരു ടെക്നിക്കൽ സ്റ്റാക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഇന്റേണൽ ടൂൾ ആയിരുന്നു ആക്ച്വലി ഡോക്കർ. സോ ബേസിക്കലി ഈ ഡോക്കറിന്റെ ഒരു പോസിബിലിറ്റി കണ്ടിട്ട് അവരതിനൊരു കോൺഫറൻസിൽ അതിനെപ്പറ്റി പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പേഴ്സ് വാസ് ഇംപ്രസ്ഡ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് ആൻഡ് വിത്തിൻ മന്ത്സ് ആൾക്കാർ കണ്ട് അറിഞ്ഞ് അത് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഡോട്ട് ക്ലൗഡ് ആക്ച്വലി പ്രൊഫിറ്റബിൾ ആക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡോക്കറിൽ ഒരു പോസിബിലിറ്റി കണ്ട് അവർ കംപ്ലീറ്റ്ലി ഡോക്കറിലേക്ക് സ്വിച്ച് ചെയ്തു. പിന്നെ അതിനുശേഷം എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സും മേജർ ക്ലൗഡ് പ്രൊവൈഡേഴ്സും ഇവരുടെ ആ ഒരു ആശയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇന്ന് നമ്മൾ കാണുന്ന ഡോക്കറിലേക്ക് എത്തി തുടങ്ങി. ഇറ്റ്സ് എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ ഡോക്കർ, അതായത് പലരും പലതിനുമായി യൂസ് ചെയ്യുന്ന ഒരു ഡോക്കർ, ലൈക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സ് വേൾഡ് വൈഡ് യൂസ് ഡോക്കർ ടുഡേ. സോ നമുക്ക് ഡോക്കർ എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് എങ്ങനെയാണ് ഡോക്കറിന്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ലിനക്സിൽ ആണെങ്കിൽ നമുക്ക് ഈസിയസ്റ്റ് വേസ് യൂസിങ് യുവർ പാക്കേജ് മാനേജർ. ആപ്റ്റ് ആണെങ്കിൽ ആപ്റ്റ് ഇൻസ്റ്റാൾ ഡോക്കർ, അല്ലെങ്കിൽ പാക്മാൻ ആണെങ്കിൽ യൂസ് പാക്മാൻ. പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വിൻഡോസ് അല്ലെങ്കിൽ മാക്കിലാണെങ്കിൽ ഗോ ടു ഡോക്കർ ഡെസ്ക്ടോപ്പിന്റെ സൈറ്റിലേക്ക് പോവുക. ഇവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഏത് വെർഷനാണ് വേണ്ടതെങ്കിൽ ആ വെർഷനിലേക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആക്ച്വലി മാക് അല്ലെങ്കിൽ വിൻഡോസിലേക്ക് നമുക്ക് ഇൻസ്റ്റലേഷൻ വരുമ്പോൾ നമുക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പിന്റെ ഒരു ആവശ്യകത വരും. കാരണം അല്ലാണ്ട് നമുക്കിപ്പോ
ലിനക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ റൺ ടൈം റൺ ചെയ്യാൻ പറ്റും. ബട്ട് വിൻഡോസിലേക്കും മാക്കിലേക്കും വരുമ്പോൾ there is a need for this Docker desktop to be there. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ why is this need for this Docker desktop? Okay, basically ഈ ഡോക്കർ എന്ന് പറയുന്നത് കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ലിനക്സിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ടൂളിംഗ് ആണ്. അപ്പോൾ നമ്മളിത് കുറച്ചും കൂടി മെയിൻ സ്ട്രീം ആയതോടെ വിൻഡോസിലും അല്ലെങ്കിൽ മാക്കിലും നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെ നമുക്ക് മിസ്സിംഗ് ആയ ഒരു സാധനമാണ് നമ്മളെ ഫസ്റ്റ് സ്ലൈഡ് പറഞ്ഞതാണ് കണ്ടെയ്നറൈസേഷൻ റൺ ചെയ്യുന്നത് നമ്മുടെ OSന്റെ കേർണൽ ഷെയർ ചെയ്തിട്ടാണ്. അപ്പോ മോസ്റ്റ് ഓഫ് ദി അതായത് എല്ലാ ഇമേജസും നമുക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ഇമേജസ് ലൈക്ക് ഇപ്പോ പോസ്റ്റ്ഗ്രസിന്റെ ഒരു ഇമേജ് എടുത്ത് ഞാൻ റൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റ്ഗ്രസിന്റെ മിക്ക ഇമേജസും ഇസ് ആക്ച്വലി ബേസ്ഡ് അല്ലെങ്കിൽ ആക്ച്വലി ബേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് എ ലിനക്സ് ഇമേജ്. അപ്പോ ഈ ലിനക്സ് ഇമേജിന്റെ മുകളിലാണ് ഈ ഒരു പോസ്റ്റ്ഗ്രസിന്റെ ഇമേജ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഇമേജ് എനിക്ക് റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ലിനക്സിന്റേതായ ഒരു കേർണൽ വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കേർണൽ ഷെയർ ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കേസിൽ നമുക്ക് ഡോക്കർ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ക്വൈറ്റ് സ്പെഷ്യലി ഓബ്സ്റ്റാക്ക് എന്ന് പറഞ്ഞ ടൂൾസ് ഒക്കെ ഉണ്ട്. ഈ ടൂൾസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ലിനക്സ് വെർച്വൽ മെഷീൻ ആക്ച്വലി ഈ സർവീസസ് ഓടിക്കുന്നുണ്ട്. സോ നമ്മൾ ആക്ച്വലി ഷെയർ ചെയ്യുന്നത് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ലിനക്സ് VMന്റെ കേർണലാണ്. So that's why you guys actually need Docker desktop അല്ലെങ്കിൽ അതുപോലുള്ള ടൂളിംഗ് to actually run a Docker container on Windows or a Mac. വിൻഡോസിലാണെങ്കിൽ then again you have Windows subsystem for Linux. ആ ലിനക്സ് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിത്തൗട്ട് ഡോക്കർ ഡെസ്ക്ടോപ്പ് നമുക്കൊരു ഉബുണ്ടു മെഷീൻ സ്പിൻ അപ്പ് ചെയ്തിട്ട് യു ക്യാൻ റൺ ഡോക്കർ ആക്ച്വലി. സോ യാ, ഓക്കെ. നമ്മളിപ്പോ ആക്ച്വലി ഒരു ഡോക്കർ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഡോക്കർ ഇൻസ്റ്റാളേഷൻ കിടക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ കമ്പോണൻസിൽ ഒന്നാണ് ഡോക്കർ എഞ്ചിൻ. ഡോക്കർ എഞ്ചിൻ ഇസ് ആക്ച്വലി യൂസ് ടു റൺ ദി ഡോക്കർ പ്രൊസസർ, ഡോക്കർ ഡീം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഡോക്കർ എഞ്ചിൻ ഇൻസ്റ്റാൾ ആവും. ആൻഡ് ഡോക്കർ CLI ആണ് ആക്ച്വലി ഡോക്കർ ബിൽഡ് എന്ന് പറഞ്ഞ കമാൻഡ്, ഡോക്കർ റൺ എന്നൊക്കെ പറഞ്ഞ കമാൻഡ് ഇന്റർപ്രറ്റ് ചെയ്ത് ഡീമണിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് പിന്നെയും വരുന്ന രണ്ട് മേജർ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇത്രയും നേരം ഡോക്കർ ഇമേജ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവില്ലേ, എന്താണ് ഈ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ക്ലൗഡ് ആർക്കിടെക്റ്റിനെ വിട്ടിട്ട് നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയറിലേക്ക് വരുമ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ആക്ച്വലി ഒരു ബിൽഡിംഗ് കെട്ടിപ്പോക്കുന്നതിന് മുന്നേ നമ്മളൊരു ബ്ലൂ പ്രിന്റ് വരയ്ക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് വരാൻ പോകുന്നത്, ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ വരയ്ക്കില്ലേ, ആ ഒരു ബ്ലൂ പ്രിന്റിനെയാണ് നമുക്ക് ഡോക്കർ ഇമേജ് എന്ന് പറയാം. കാരണം നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും, ഇവിടെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതായിരിക്കണം ഇതിന്റെ ബേസ് ഇമേജ്, ഇതാണ് ഇതിന്റെ ടാഗ്, ഇതാണ് ഇതിന്റെ നെയിം. അങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഡോക്കർ ഇമേജ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഡോക്കർ കണ്ടെയ്നർ. നമ്മൾ ഈ ബ്ലൂ പ്രിന്റിനെ കൊണ്ട് നമ്മൾ ആക്ച്വലി റൺ ചെയ്യാൻ പറയാണ് എന്താ ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യുക, ഒരു പ്രോസസ്സ് റൺ ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സർവീസിനെയാണ് നമ്മൾ ഡോക്കർ കണ്ടെയ്നർ എന്ന കോൺസെപ്റ്റ് വിളിക്കുന്നത്. ബേസിക്കലി ഒരു ബ്ലൂ പ്രിന്റ്, ആ ബ്ലൂ പ്രിന്റിന്റെ റണ്ണിങ് പ്രൊജക്റ്റാണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. നമ്മൾ ആ ഇമേജ് വെച്ചിട്ട് അപ്പാക്കുന്ന ഒരു റണ്ണിങ് ഇൻസ്റ്റൻസ് ആണ് നമ്മുടെ കണ്ടെയ്നർ. സോ ഡോക്കർ ഫയലിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ആക്ച്വലി കുറച്ച് നിങ്ങൾ എല്ലാവരും ഗിറ്റ് പഠിച്ചാന്ന് വിചാരിക്കുന്നത്. അപ്പോ ഗിറ്റ് ഹബ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗിറ്റ് ഹബ് നമ്മളുടെ ഡിഫറൻസ് അറിയില്ലേ? ഡോക്കർ പോലെ ഡോക്കറിന്റെ ഇമേജസ് സേവ് ചെയ്ത് വെക്കാൻ നമുക്ക് ഡോക്കറായിട്ട് പ്രൊവൈഡ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് ഡോക്കർ റിപ്പോസിറ്ററി അല്ലെങ്കിൽ ഡോക്കർ രജിസ്ട്രി. ആ ഒരു രജിസ്ട്രിയാണ് ഡോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്കർ രജിസ്ട്രിയാണ് ഡോക്കർ ഹബ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ആക്ച്വലി പല
ഡോക്കർ ഇമേജസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ റെഡിസ് എടുക്കുകയാണെങ്കിൽ റെഡിസ് നമ്മൾ സെർച്ച് ചെയ്തെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ഡോക്കർ ഹാർഡ് ഇമേജസ് കാണാം, MCP കാണാം, അവിടെ ഡോക്കറിന്റെ ഒഫീഷ്യൽ ഇമേജസ് കാണാം. സോ ബേസിക്കലി വാട്ട് ഡോക്കർ ഹബ് ഡോക്കർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്കർ ഇമേജസ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു രജിസ്ട്രി. അതാണ് ഈ ഡോക്കർ ഹബ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആക്ച്വലി പല ടൈപ്പിലുള്ള ഇമേജസ് ഇവിടെ കാണാം. അതായത് നമ്മുടെ വെണ്ടർ പബ്ലിഷ് ചെയ്യുന്നത്, ഇപ്പൊ റെഡിസ് ആണെങ്കിൽ റെഡിസ് പബ്ലിഷ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വെരിഫൈഡ് പബ്ലിഷ് ഉണ്ട്, ഈ റെഡിസ് പബ്ലിഷ് ചെയ്ത ഇമേജസ് ഉണ്ട്. അല്ലെങ്കിൽ ഡോക്കറിന്റെ ടീം തന്നെ ഒഫീഷ്യൽ ഇതാണെന്ന് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഒഫീഷ്യൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യുന്ന കുറച്ച് ഇമേജസ് ഉണ്ട്. അതായത് ഡോക്കർ ഒഫീഷ്യൽ ഇമേജസ് അവർ തന്നെ സെക്യൂരിറ്റി ഹാർഡനിങ്ങും പല കാര്യങ്ങളും ചെയ്ത് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഹാർഡൻ ഇമേജസ്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഇമേജസ് നമുക്ക് ഈ ഡോക്കർ ഹബിലേക്ക് വന്നാകാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ റെഡീസിന്റെ ഒരു ഒഫീഷ്യൽ ഇമേജ് എടുക്കാമെന്ന് വിചാരിക്കുക. റെഡിസിന്റെ ഒഫീഷ്യൽ ഇമേജ് നമ്മൾ എടുത്തു. ഇപ്പോ ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഞാനൊരു കണ്ടെയ്നർ എനിക്ക് റൺ ആക്കാം. അപ്പോ നമുക്ക് ഈ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പല വെർഷൻ ഓഫ് പല സോഫ്റ്റ്വെയർ റിലീസ് ആവും. ഫോർ എക്സാമ്പിൾ ഇന്നലെ ഇപ്പോ റെഡിസ് 7 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നാളെ റെഡിസ് 8 റിലീസ് ആവും. അപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ്, നമ്മള് കംപ്ലീറ്റ് സ്ക്രീൻ ആണോ ഷെയർ ചെയ്യുന്നത്? നമുക്ക് PPT ആണ് ഇപ്പോഴും കാണുന്നത്. ഓ സോറി. ആക്ച്വലി കംപ്ലീറ്റ് സ്ക്രീൻ ആണെന്ന് വിചാരിച്ചിരിക്കുകയെ. സ്ക്രീൻ കാണാവോ? യെസ് ഇപ്പൊ കാണാം. പ്രസന്റേഷൻ അല്ലല്ലോ, ഡോക്കർ ഹബ് അല്ലേ വന്നേ? അതെ ഡോക്കർ ഹബ്. ഓക്കെ. സോ യാ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ആരും പറഞ്ഞില്ല. ഡോക്കർ ഹബ് എന്ന് പറയുന്നത് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഇമേജസ് സ്റ്റോർ ചെയ്ത് രജിസ്റ്റർ ഡോക്കർ ഹബ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി പല മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഇമേജസ് വെരിഫൈ ചെയ്തതുണ്ട്, ഡോക്കർ റിലീസ് ചെയ്യുന്നതുണ്ട്. അത് നമുക്ക് ആണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ റെഡിസ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ നമ്മൾ റെഡിസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ റെഡിസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇമേജസ് കാണാം. ഇത് വെണ്ടർ പബ്ലിഷ്ഡ് ആയി വെരിഫൈഡ് വെണ്ടർ പബ്ലിഷ്ഡ് ആയിട്ട് ഇമേജസിന് നമുക്ക് ഇങ്ങനത്തെ ടാഗ്സ് വരും. ഇല്ലെങ്കിൽ ഡോക്കറിന്റെ ടീം തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഇമേജസിന് ഡോക്കർ ഒഫീഷ്യൽ ഇമേജ് പറഞ്ഞ ടാഗ് വെച്ചാൽ അവരങ്ങനെ പല ടാഗിലും റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഡോക്കർ ഹാർഡൻഡ് ഇമേജ്. അങ്ങനെ പല പല ഇമേജുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ പുതിയൊരു വെർഷൻ റിലീസ് ആവും. സോ ലൈക്ക് 7 റെഡിസ് 7 പണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ റെഡിസ് 8 റിലീസ് ആവും. സോ ആക്ച്വലി ഈ വെർഷനിങ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡോക്കറിന്റെ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ പുതിയൊരു വെർഷൻ ഓഫ് റെഡിസ് റിലീസ് ചെയ്യും ടെക്നിക്കലി. സോ അവിടെ നമുക്ക് ഈ പല വെർഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണമല്ലോ നമ്മൾ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുമ്പോൾ. സോ ബേസിക്കലി ഈ വെർഷനിങ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡോക്കറിന്റെ ടെക്നിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡോക്കർ ടാഗ്സ്. ഡോക്കർ ടാഗ്സ് നമുക്ക് ആക്ച്വലി ഇവിടെ ഈ ഓവർവ്യൂവിൽ കാണുന്ന പല ടാഗുകളും, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ടാഗ് യൂസ് ചെയ്യണമെങ്കിൽ 8.6.1 ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി പുള്ളി ചെയ്യുന്നത് ഇമേജ് ഡോക്കർ 8.6.1 എന്ന വെർഷനിൽ വരുന്ന ഒരു ഇമേജ് ആയിരിക്കും ഞാൻ ഇവിടെ പുള്ളി ചെയ്യുന്നത്. അല്ല എനിക്ക് 7th വെർഷൻ അല്ലെങ്കിൽ 7.4.8 ആണ് വേണ്ടതെങ്കിൽ ഞാൻ പുള്ളി ചെയ്യുമ്പോൾ റെഡിസ് ആൻഡ് മെൻഷൻ ദിസ് ആക്ച്വൽ ടാഗ് നെയിം സോ ദാറ്റ് ഐ ക്യാൻ പുൾ ദിസ് ഈ ഒരു സ്പെസിഫിക് ഇമേജ് പുള്ള് ചെയ്തിട്ട് എനിക്കത് റൺ ചെയ്യാം. സോ ദാറ്റ്സ് എബൌട്ട് റെഡിസ് അല്ലെങ്കിൽ ഡോക്കർ ഇമേജ് അല്ലെങ്കിൽ ഡോക്കറിന്റെ ടാഗ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിലാണ്. സോ നമ്മളിപ്പോ ഡോക്കർ പ്രൊവൈഡ് ചെയ്ത ഒരു ഡോക്കർ രജിസ്റ്ററിനെ പറ്റി പറഞ്ഞു. അതായത് ഡോക്കർ ഹബ്ബ് പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ
നമുക്ക് നമ്മുടേതായ ഒരു ഇമേജ് പുഷ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. അപ്പൊ നമുക്ക് ഡോക്കറിനുള്ളിൽ തന്നെ പ്രൈവറ്റ് രജിസ്ട്രീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ AWS യൂസ് ചെയ്യുകയാണെങ്കിൽ AWS ഈസി അറിയാം, ഇലാസ്റ്റിക് കണ്ടെയ്നർ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ അവരുടെ രജിസ്ട്രി ഉണ്ട്. സെയിം തിങ് വിത്ത് അഷ്യൂർ, GCP, പല പല ക്ലൗഡ് പ്രൊവൈഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് സെൽഫ് ഹോസ്റ്റ് ആണെങ്കിൽ രജിസ്റ്റർ നമുക്ക് അങ്ങനെ സെൽഫ് ഹോസ്റ്റ് ചെയ്യാം. സോ യാ, ഒരു രജിസ്ട്രി എന്ന് പറയുന്നത് ഇസ് എ പ്ലേസ് വേർ യു കീപ് ഓൾ ദിസ് ഇമേജസ്. നമുക്കിപ്പോ ഇമേജസിന്റെ പല വെർഷനുകളും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇമേജ് റെപ്പോസിറ്ററി എന്ന് പറയും. സോ ദാറ്റ് യു ക്യാൻ specify different versions of the same image inside that repository. So there is a difference between registry and repository. Yeah, നമുക്ക് ഹാൻഡ്സ് ഓൺ അതിന് പോയി നോക്കാം. അപ്പൊ കുറച്ചും കൂടെയും കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിക്ക് ആകും. സോ എല്ലാവരും റെഡിസ് ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? സോ ദിസ് ഇസ് ഡോക്കർ ഡെസ്ക്ടോപ്പ്. ഡോക്കർ ഡെസ്ക്ടോപ്പിന്റെ ഒരു ഇന്റർഫേസ് ആണ്. വി ക്യാൻ സീ നമ്മുടെ റൺ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് കാണാൻ പറ്റും, ഇമേജസ് കാണാൻ പറ്റും. ബേസിക്കലി ഡോക്കർ ഡെസ്ക്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു GUI മാത്രമല്ല, നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ലിനക്സ് കണ്ടെയ്നർ, ഒരു വെർച്വൽ മെഷീൻ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ടെയ്നർ റൺ ടൈം സപ്പോർട്ട് ചെയ്യാൻ പല കാര്യങ്ങൾക്കുമായിട്ട്. സോ യു ക്യാൻ ആക്ച്വലി റൺ എ സ്മോൾ മിനി ക്യൂബ് ക്ലസ്റ്റർ ഓൺ ദിസ്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യാം. ലെറ്റ് മീ സ്പിൻ അപ്പ് ടെർമിനൽ. സോ യാ, നമുക്ക് ആക്ച്വലി ഒരു ഇമേജ് ഇപ്പൊ പുൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്കർ ഹബിനെ പറ്റി പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എനിക്ക് എൻജിനെക്സിന്റെ ഒരു ഇമേജ് സിസ്റ്റത്തിലേക്ക് പുൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പല വെർഷൻസ് അവൈലബിൾ ആണ്. അതാണ് നമുക്ക് ഇവിടെ ടാഗുകളായി കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് 1.29.6 എന്ന് പറഞ്ഞ ടാഗ് വെച്ച് ഞാൻ വിളിക്കുകയാണെങ്കിൽ എന്റെ സിസ്റ്റത്തിലേക്ക് ഈ ടാഗിലുള്ള ഇമേജ് ഡൗൺലോഡ് ആവും. ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ് ആണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഇറ്റ്സ് ഒഫീഷ്യലി നമ്മളിപ്പോ ഒരു ഇമേജ് പുള്ള് ചെയ്യുമ്പോൾ ഒരു ടാഗ് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് ലേറ്റസ്റ്റ് ഇമേജ് പുള്ള് ചെയ്യും. സോ ഡോക്കർ പുൾ ഇസ് ദ കമാൻഡ് യു ആക്ച്വലി, അതായത് നമ്മൾ ഡോക്കർ പുൾ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഡോക്കറിന്റെ രജിസ്ട്രിയിൽ നിന്ന് ഒരു ഇമേജ് പുൾ ചെയ്യാനാണ്. സോ ഡോക്കർ പുൾ എൻജിനെക്സ് നമുക്കിപ്പോ ഒരു സ്പെസിഫിക് വെർഷൻ, അതായത് ഇപ്പോ ലെറ്റ്സ് യൂസ് 1.29.6. നമ്മൾ ആക്ച്വലി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ, നമുക്കിപ്പോ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഇമേജ് ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഡോക്കർ സെർച്ച് ചെയ്യുന്നത് ഡോക്കർ ഹബിലാണ്. ഡോക്കർ ഹബിൽ ഈ ഒരു ഇമേജ് അവൈലബിൾ ആണോ എന്ന് നോക്കും, എങ്കിൽ അത് അവിടെ നിന്ന് അത് പുള്ളി ചെയ്യും. സോ റൈറ്റ് നൗ നമ്മളിപ്പോ കാണുന്നതെന്ന് വെച്ചാൽ ഡോക്കർ എൻജിനിക്സിന്റെ ഇമേജുകളുടെ പല ലെയറും ഡോക്കർ ഹബിൽ നിന്ന് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ആക്ച്വലി ഡോക്കർ ഹബിൽ നിന്ന് എൻജിനിക്സിന്റെ ഈ സ്പെസിഫിക് ഇമേജ് നമ്മൾ പുള്ളി ചെയ്തു. അതിന്റെ ഒരു ഷാ ID ആൻഡ് നമുക്കിപ്പോ ഏത് വെർഷനാണ്, ഏത് ടാഗ് ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, ഇതാണ് ഡോക്കർ ഹബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വെർഷന്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസുകളും. സോ നമുക്കിപ്പോ ആക്ച്വലി നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഏതൊക്കെ ഇമേജസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഡോക്കർ ഇമേജസ് അടിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഡോക്കർ ഇമേജസ് അടിക്കുമ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോ ഡൗൺലോഡ് ചെയ്ത് എൻജിനെക്സിന്റെ ഇമേജ്. ഓക്കെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇപ്പൊ ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ആവും. സോ ഡോക്കർ പുൾ എൻജിനെക്സ് കൊടുക്കുകയാണെങ്കിൽ യൂസിങ് ഡിഫോൾട്ട് ടാഗ് ലേറ്റസ്റ്റ് ഡൗൺലോഡ് ആയിട്ട് ബേസിക്കലി അത് പിന്നെ ഡൗൺലോഡ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ പല ലേയേഴ്സും ഡൗൺലോഡ് ആയി. അതായത് ഒരു ഇമേജിനെ നമ്മൾ പല ലേയേഴ്സുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ്. ഈ ലേയേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വെർഷൻ ഇമേജ് തന്നെയാണ്.
അപ്പൊ നമ്മൾ ഈ ലേറ്റസ്റ്റ് പുള്ള് ചെയ്യുമ്പോൾ ഇഫ് യു കൻ സി നമ്മുടെ ഈ ഷാ കമ്പയർ ചെയ്യാനെങ്കിലും ബോത്ത് ഷാസ് ആർ സെയിം. സോ ബേസിക്കലി ഇറ്റ്സ് സെയിം ഇമേജ്. പിന്നീട് അത് ഡൗൺലോഡ് ആവാത്ത കാരണം എന്ന് വെച്ചാൽ ലെയേഴ്സ് ഇവിടെ റീയൂസ്ഡ് ആണ് ആക്ച്വലി. സോ നമ്മൾ ആക്ച്വലി ഒക്കെ ഇമേജസ് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി കാണാം രണ്ട് ഇമേജസ് ആക്ച്വലി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരെണ്ണം 1.29.6 എന്ന് പറഞ്ഞ ടാഗും ഒരെണ്ണം ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ടാഗിലും യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആക്ച്വലി ഡോക്കർ ഇമേജസ് ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് ഇതിങ്ങനെ റൺ ചെയ്യാം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് ഡോക്കർ റൺ എന്ന് പറയുന്നത്. സോ ഡോക്കർ റൺ, ഞാനിപ്പോ എൻജിനിക്സിന്റെ ഡിഫോൾട്ട് ലേറ്റസ്റ്റ് വെർഷൻ വരെ 1.296 വെച്ച് റൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഡോക്കർ റൺ കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കാണാം എന്തൊക്കെയാണ് ഇവിടെ റൺ ആവുന്നത്. ഇവിടെ ആക്ച്വലി കണ്ടെയ്നർ പ്രോസസ്സുകൾ സ്റ്റാർട്ടായി, വർക്കേഴ്സ് സ്റ്റാർട്ടായി. സോ ഇവിടെ നമുക്ക് ആക്ച്വലി കാണുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഡോക്കർ കണ്ടെയ്നർ റണ്ണിങ് ആണ്. നമ്മളിപ്പോ ഒരു വേറെ ടാബിൽ പോയിട്ട് ഡോക്കർ പി എസ് അടിച്ച് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 27 സെക്കൻഡ്സിന് മുന്നേ ഈ ഇമേജ് വെച്ചിട്ട് ഈ ഒരു കണ്ടെയ്നർ ഐഡിയിൽ ഒരു ഇമേജ് അപ്പായി. സോ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജ് നമ്മൾ ഡയറക്റ്റ്ലി ഡോക്കർ റൺ വെച്ച് നമ്മൾ അപ്പാക്കി. ബട്ട് ഇപ്പൊ നമ്മളിവിടെ ഡോക്കർ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആ കണ്ടെയ്നർ അവിടെ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ ആക്ച്വലി നമ്മൾ എന്താ വെച്ചാൽ ഡോക്കർ റൺ കമാൻഡ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഡോക്കർ പേസ് കളിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആക്ച്വലി ഒരു കണ്ടെയ്നർ റണ്ണിങ് ഇല്ല. ഈ ഒരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു TTYയിലേക്ക് അറ്റാച്ച്ഡ് ആയ നമ്മുടെ സെഷൻ ആയിരുന്നു അത്. അതായത് വി ആർ ആക്ച്വലി അറ്റാച്ച് ടു ദിസ് സെഷൻ. നമ്മൾ ആ സെഷൻ ക്ലോസ് ചെയ്തപ്പോൾ സോ ആക്ച്വലി നമ്മുടെ ആ ഡോക്കർ കണ്ടെയ്നറും സ്റ്റോപ്പായി. ഈ ഒരു കേസിൽ നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡ് ആണ് ഡോക്കർ -d അല്ലെങ്കിൽ -, ഡിറ്റാച്ച് എന്ന് പറഞ്ഞൊരു ഫ്ലാഗ് ഉണ്ട്. ഈ ഫ്ലാഗ് എന്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സിനെ ആക്ച്വലി എന്താ പറയാ നമ്മുടെ ആ ഒരു സെഷനിൽ നിന്ന് ഡിറ്റാച്ച് ആക്കിയിട്ട് റൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഡോക്കർ -d അല്ലെങ്കിൽ ഡിറ്റാച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കമാൻഡ് ഈ ഒരു കണ്ടെയ്നർ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ -d ഫ്ലാഗും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഒരു കണ്ടെയ്നർ അപ്പ് ആൻഡ് റണ്ണിങ് ആയി. ഇവിടെ കാണിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ID നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയി കിട്ടി. സോ നമ്മൾ ഡോക്കർ PS അടിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി യു ക്യാൻ സി ആ കണ്ടെയ്നർ അവിടെ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോ ഈ പറഞ്ഞു പോകുന്നത് പല നമ്മൾ ഡേ ടു ഡേ യൂസ് കേസിൽ വരുന്ന പല കമാൻഡ്സുകളും കാര്യങ്ങളാണ്. സോ ഇപ്പോ നമുക്ക് റണ്ണിങ് പ്രോസസ്സുകളും കണ്ടെയ്നറുകളും കാണാനായിട്ട് നമുക്ക് ഡോക്കർ PS യൂസ് ചെയ്യാം. സോ നമ്മളിപ്പോ ആക്ച്വലി ഒരു കണ്ടെയ്നർ ഒരു ഇമേജ് വെച്ചിട്ട് ഒരു റൺ ടൈം അപ്പാക്കി. അപ്പൊ നമുക്ക് ആക്ച്വലി ഡൗട്ട് വരുന്നത് എവിടെ? ഈ കണ്ടെയ്നർ ആക്ച്വലി അപ്പ് ആൻഡ് റണ്ണിങ് ആണോ, ഇത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. സോ നമുക്ക് ആക്ച്വലി അവിടെ എന്ത് ചെയ്യാം, ഡോക്കർ ലോഗ്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഡോക്കർ ലോഗ്സ് എന്ന കണ്ടെയ്നർ ID യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോഗ്സ് അവിടെ ഔട്ട്പുട്ട് ആവും. കണ്ടെയ്നർ ID അല്ലെങ്കിൽ കണ്ടെയ്നർ നെയിം യൂസ് ചെയ്യാം നമുക്ക് ഡോക്കറിന്റെ ലോഗ്സ് കാണാനായിട്ട്. സോ ബേസിക്കലി നമ്മൾ നേരത്തെ ഡിറ്റാച്ച്ഡ് ആവാണ്ട് നമ്മൾ റൺ ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ലോഗ്സ് നമുക്ക് ഇവിടെ ഡോക്കർ ലോഗ്സ് വെച്ചത് കണ്ടെയ്നർ എപ്പോ അപ്പായി മുതൽ അതിനുശേഷം എന്തൊക്കെയാണ് കണ്ടെയ്നറിലേക്ക് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡോക്കർ ലോഗ്സ് വെച്ച് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് നൗ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. നമുക്കിപ്പോ ഡോക്കർ PS അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആക്ച്വലി ആ കണ്ടെയ്നർ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കണ്ടെയ്നർ അപ്പായാൽ മാത്രം പോരല്ലോ, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ്ടേ. സോ നിങ്ങൾ ബേസിക്കലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കണ്ടെയ്നർ അപ്പ് ആയിരിക്കുന്ന പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് 80 ആണ്. സോ ഞാനിപ്പോ എന്റെ ലോക്കൽ ഹോസ്റ്റിൽ പോയിട്ട് പോർട്ട്
80 വിളിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു സർവീസ് അല്ലെങ്കിൽ എനിക്കൊരു റെസ്പോൺസും കിട്ടില്ല. കാരണം എന്താ? കാരണം ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കണ്ടെയ്നർ ആക്ച്വലി ഓടുന്നത് ഡോക്കറിന്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയ ഒരു എൻവയോൺമെന്റിലാണ്. ഇറ്റ്സ് ഐസൊലേറ്റഡ് എൻവയോൺമെന്റിലാണ്, ഐസൊലേറ്റഡ് നെറ്റ്വർക്കിലാണ് ഇപ്പോൾ ഈ കണ്ടെയ്നർ ആക്ച്വലി ഓടിയത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കണ്ടെയ്നർ അല്ലാണ്ട് നമുക്കിപ്പോ വേറൊരു കണ്ടെയ്നർ ഓടിച്ചാലും ഇപ്പൊ നമ്മൾ ഡോക്കർ PS നമുക്ക് അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി കാണാം ഇവിടെ 2 കണ്ടെയ്നേഴ്സ് ഓടുന്നുണ്ട്. രണ്ടും ഓടുന്നത് പോർട്ട് 80-ലാണ്. സോ ബേസിക്കലി ഇവിടെ ഒരു പോർട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്നതാണ്. പക്ഷെ നടക്കാത്ത ഒരു കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും ഓടുന്ന ഒരു ഡിഫറെന്റ് ഡോക്കർ നെറ്റ്വർക്കിലാണ്, ഒരു ഐസൊലേറ്റഡ് നെറ്റ്വർക്കിലാണ്. സോ നമുക്കിത് ആക്സസിബിൾ ചെയ്യണമെങ്കിൽ നമ്മളിതിനെ നമ്മുടെ പോർട്ടുമായിട്ട് ബൈൻഡ് ചെയ്യണം. ആ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഹോസ്റ്റിന്റെ പോർട്ടുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനാണ് ഇവിടെ ഒരു പോർട്ട് ബൈൻഡിങ് എന്ന് പറയുന്നത്. പോർട്ട് ബൈൻഡിങ് ഇസ് ആക്ച്വലി ഈസി ഒരു കോൺസെപ്റ്റ് ആണ്. സോ ലെറ്റ്സ് ആക്ച്വലി പോർട്ട് ബൈൻഡിങ് കണ്ടെയ്നേഴ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തതാണ്. ബേസിക്കലി ഡോക്കർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ അനദർ കമാൻഡ് ആണ് യു ബേസിക്കലി യൂസ് ടു സ്റ്റോപ്പ് ദ കണ്ടെയ്നേഴ്സ്. സോ അവിടെ നമുക്ക് കണ്ടെയ്നർ ഐ ഡി അല്ലെങ്കിൽ കണ്ടെയ്നർ നെയിം യൂസ് ചെയ്യാം. സോ ഐ ജസ്റ്റ് ആദ്യത്തെ കണ്ടെയ്നറിന്റെ ID ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കണ്ടെയ്നേഴ്സ് ഒന്നും റണ്ണിങ് ഇല്ല. നമുക്ക് ഇനി ആക്ച്വലി പോർട്ട് ബൈൻഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരാം. -d ഡിറ്റാച്ച് ചെയ്തിട്ട് റൺ ചെയ്യാനായിട്ട് -p അഥവാ ആ ഒരു -p ആണ് പോർട്ട് ബൈൻഡിങ് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് നമുക്ക് ആ പോർട്ട് എക്സ്പോസ്ഡ് ആയി കിട്ടാനായിട്ടാണ്. ഈ ഒരു പോർട്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്കിവിടെ പോർട്ട് ബൈൻഡിങ്. സോ എന്റെ നെറ്റ്വർക്ക് ഹോസ്റ്റിൽ എനിക്ക് ആവശ്യമുള്ള ഒരു പോർട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പോർട്ട് 9000 ആണെന്ന് വിചാരിക്കുക. എനിക്ക് നെറ്റ്വർക്ക് ഹോസ്റ്റിൽ പോർട്ട് 9000-ലാണ് എനിക്ക് ആപ്ലിക്കേഷൻ ലിസൺ ആവുന്നത്. ഈ ഒരു 9000-ലേക്ക് നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോർട്ടുകളുണ്ടോ? ഈ ആപ്ലിക്കേഷൻ ആക്ച്വലി റൺ ചെയ്യുന്നത് പോർട്ട് 80-ലാണ്. പോർട്ട് 80-ലാണ് എൻജിനിക്സിന്റെ കണ്ടെയ്നേഴ്സ് ആസ് യൂഷ്വൽ റൺ ചെയ്യുന്നത്. നമുക്ക് അത് ട്വീക്ക് ചെയ്ത് വേറെ പോർട്ടിലേക്ക് ഓടിക്കാം. ഇന്റേണലി ഇതിപ്പോ ലിസൺ ചെയ്യുന്നത് പോർട്ട് 80-ലാണ്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു? ഇവിടെ എന്റെ നെറ്റ്വർക്ക് ഹോസ്റ്റിലെ 9000-ലേക്ക് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ അത് കണ്ടെയ്നറിനുള്ളിലെ പോർട്ട് 80-ലേക്ക് കൊടുക്കൂ എന്നാണ് ഈ ഒരു കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് വെച്ചൊരു ഡോക്കർ കമാൻഡ് ഡോക്കർ കണ്ടെയ്നർ റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഡോക്കർ പേസ് അടിക്കുകയാണെങ്കിൽ കണ്ടെയ്നർ ഇപ്പൊ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ നേരത്തെ ഇവിടെ പോർട്ടിന്റെ ഭാഗത്ത് കണ്ടോ പോർട്ട് 80 മാത്രമേ നമുക്കിവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ ആക്ച്വൽ 9000-ൽ നിന്ന് 80-ലേക്ക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആക്ച്വലി ലോക്കൽ ഹോസ്റ്റ് പോയിട്ട് പോർട്ട് 9000 വിളിക്കാൻ വിചാരിക്കും. എൻജിനിക്സിന്റെ ഡിഫോൾട്ട് പേജ് വന്നു. ലാസ്റ്റ് ടൈം നമുക്ക് റൺ ചെയ്യാത്തത് നമ്മളിപ്പോ പോർട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് 9000-ലേക്ക് റൺ വന്നു. നമുക്ക് ഇതേ ഇമേജ്, അതായത് ഈ ഒരു ഇമേജ് ഉപയോഗിച്ചിട്ട് വേറെ ഒരു പോർട്ടിലേക്ക് വേണം നമുക്ക് റൺ ചെയ്യാം. സോ ബേസിക്കലി both are different containers running. Both are running the same image. നമുക്കിപ്പോ ഡോക്കർ PS അടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നർ ആക്ച്വലി 8000 റൺ ചെയ്യുന്നു, ഒരു കണ്ടെയ്നർ ആക്ച്വലി 9000 റൺ ചെയ്യുന്നു. I can go just to local host 9000 വരെ 8000 കൊടുക്കുകയാണെങ്കിൽ it's an actually different image actually running over there. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ, അതായത് ഡീബഗിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ ഡോക്കർ ലോഗ്സ് ഈ ഒരു കണ്ടെയ്നറിന്റെ ID നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നമുക്ക് കാണാം ഈ ടൈമിൽ ഏത് ബ്രൗസർ ഏജന്റ് ആയിരുന്നു മാക്കിൽ നിന്നുള്ള ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ സാധാരണ ഒരു ഡീബഗിങ് അല്ലെങ്കിൽ ഒരു എൻജിനിക്സിന്റെ ലോഗ് റീഡ് ചെയ്യുന്ന പോലെ നമുക്കിവിടെ കാണാം വാട്ട് വാസ് ഹാപ്പനിങ് ഓവർ ദർ. ഈ ഒരു കണ്ടെയ്നർ മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് ബോത്ത് കണ്ടെയ്നേഴ്സ് നമുക്ക് കണ്ടെയ്നർ ID വെച്ചിട്ട് ലോഗ്സ് കാണാം.
സോ നമ്മളിവിടെ പഠിച്ച ഒരു ടേമാണ് ഡോക്കർ ലോഗ്സ് എന്ന് പറയുന്നത്. അതർ ഡോക്കർ പി എസ്, ഡോക്കർ റണ്ണ്, പോർട്ട് വൈൻഡ് ചെയ്ത് എങ്ങനെ റൺ ചെയ്യാം, പിന്നെ ഡിറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെ റൺ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച ഡിഫറെന്റ് കമാൻഡ്സ്. സോ നമ്മളിപ്പോ ആക്ച്വലി ഡോക്കർ പി എസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പൊ രണ്ട് ഇമേജസ് റണ്ണിങ് ആയിട്ട് കാണാം. ബട്ട് ആക്ച്വലി ഈ രണ്ട് ഇമേജസ് മാത്രമേ റണ്ണിങ് ആയിട്ടുള്ളൂ. അല്ല, നമ്മൾ ആക്ച്വലി ഡോക്കർ പി എസ് -a അടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ ആക്ച്വലി നേരത്തെ സ്റ്റോപ്പ് ചെയ്തിട്ട ഇമേജസ് ആണ് ഇതൊക്കെ. സി, അപ്പോ നമുക്ക് ഈ ഒരു ഇമേജ്, അതായത് ഈ ഒരു ഇമേജിനെ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ഗോ ടു ഡോക്കർ സ്റ്റാർട്ട് ആൻഡ് ഈ ഒരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം. സി, അപ്പൊ നമുക്ക് ഡോക്കർ പി എസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഡോക്കർ പി എസ് ഇസ് റണ്ണിങ് പ്രോസസ്സസ്, പി എസ് മൈനസ് ഇസ് ഓൾ പ്രോസസ്സസ്. പി എസ് മൈനസ് എന്ന് പറയുന്നത് ഓൾ പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റേറ്റും നമുക്ക് കാണാം, റണ്ണിങ് ആണോ അല്ലയോ എന്നുള്ള സ്റ്റേറ്റുകളും. എസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഷോയിങ് ഓൺലി ദ റണ്ണിങ് പ്രോസസ്സസ്. അപ്പോ ദിസ് ഇസ് ഹൗ ഏറെക്കുറെ ഹൗ ടു യൂസ് ദി ഡോക്കർ കമാൻഡ്സ്. പല കമാൻഡ്സ് നമുക്ക് ഇവിടെ കാണാം. നൗ നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡോക്കർ ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കിപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയി ഒരു ഇമേജ് യൂസ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി ഒരു ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇമേജ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. സോ ഞാനിവിടെ ആക്ച്വലി എങ്ങനെ ഒരു ഇമേജ് റൺ ചെയ്യാമെന്ന് യൂസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ, നമ്മളൊരു ഒരു 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 കോമൺ ഒരു നോഡ് JS ഫയൽ ഉണ്ട്, ഒരു നോഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ് അതിന് ബന്ധപ്പെട്ട പാക്കറ്റ് JSON ഉണ്ട്. സോ ബേസിക്കലി നമ്മളൊരു നോഡ് JS റൺ ടൈമിന് എങ്ങനെ നമുക്കൊരു ഡോക്കർ ഫയല് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആക്ച്വലി index.js ഫയലുണ്ട്, നമുക്ക് package.json ഫയലുണ്ട്. നമുക്ക് ആക്ച്വലി ഒരു ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഹൗ യു ആക്ച്വലി ടൈപ്പ് ഔട്ട് ഡോക്കർ ഫയൽ. നമ്മൾ ഡോക്കർ ഫയലിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കാണാം ഏത് മിക്ക ഐഡിയസിന് സപ്പോർട്ടഡ് ആണ് ഡോക്കർ ഫയൽ ആകുമ്പോൾ ഈ ഒരു വെയിലിന്റെ ചിഹ്നമൊക്കെ ഇവിടെ വരും. സോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ, ഒരു നോഡ് JS ആപ്ലിക്കേഷൻ ആക്ച്വലി റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്താ നോഡ് index.js എന്നൊരു കമാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു index.js ഫയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. സോ ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നോഡും npm നമുക്ക് ആക്ച്വലി നീഡഡ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നോഡിന്റെ ഇമേജ് നമുക്ക് ആക്ച്വലി വേണം. ആ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡോക്കറൈസ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റും. അത് നോഡിന്റെ ഇമേജ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയ ഇമേജസ് യൂസ് ചെയ്യാം. നമുക്ക് ആക്ച്വലി ഡോക്കർ ഹബിൽ പോയി നോക്കുകയാണെങ്കിൽ ഡോക്കർ ഹബിൽ വന്നിട്ട് ഞാനിപ്പോ എൻ്റെ ഒരു നോഡ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇമേജ് നോഡിന്റെ ഇമേജസ് ആണ്. അപ്പൊ ഞാൻ നോഡ് എടുത്തു, നോഡ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് കാണാം. നമ്മൾ ആക്ച്വലി പറഞ്ഞ പോലെ ഡോക്കർ ഒഫീഷ്യൽ ഇമേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാൻ സി ഡിഫറെന്റ് വെർഷൻസ് ഓഫ് വാട്ട് നോഡ് ഇസ് റണ്ണിങ് ഓൺ.
അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല വേർഷൻസ് കാണാം. ഈ ആൽപൈൻ, ബുക്വാം, ലൈക് 25.8 അങ്ങനെ പേരുകളില്ലാണ്ട് ബുൾസൈ, ട്രിക്സി സ്ലിം. ആക്ച്വലി ഈ ഇമേജസ് ആക്ച്വലി പലതും സെർവ് ചെയ്യുന്നത് പല പല കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ ഇമേജസ് സെർവ് ചെയ്യുന്നത്. ഈ ആൽപൈൻ എന്ന് പറയുന്ന ഇമേജസ് ഒക്കെ നമ്മൾ ആക്ച്വലി ആൽപൈൻ അല്ലാണ്ട് നമ്മളൊരു ഡയറക്റ്റ് ഒരു ഇമേജ് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഇമേജോടെ വരും. മീൻസ് ലൈക്ക് ദാറ്റ് ഇമേജ് ഇസ് മോർ ബൾക്കിയർ ദാൻ യൂസിങ് ആൻ ആൽപൈൻ ഓർ സ്ലിം ഇമേജ്. ആൽപൈൻ അല്ലെങ്കിൽ ഒരു സ്ലിം ഇമേജ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്കർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫെച്ച് ചെയ്യുന്ന ഇമേജ് ഷുഡ് ബി മോർ സ്ലിം. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് കുറച്ചും കൂടെ സ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ലെസ് ബൾക്കി ആയിരിക്കും. സോ നമുക്കിപ്പോ ഇവിടെ ആക്ച്വലി പല ഇതും കാണാം. എനിക്ക് ആക്ച്വലി ഇപ്പോ നോഡ് 18 നമ്മൾ ആക്ച്വലി ഏത് ഇമേജ് യൂസ് ചെയ്യണമെന്ന് കാണുന്നത് ഫ്രം ബേസ് ഇമേജ്. നമ്മൾ ഈ ഒരു ബേസ് ഇമേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കമന്റ് ഉപയോഗിക്കുന്നത്. ഫ്രം ഉപയോഗിക്കുന്നത് ഈ ഒരു ഇമേജ് ആണ് ഇതിന്റെ ബേസ് ഇമേജ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയറക്റ്റീവ് ആണ് ഫ്രം എന്ന് പറയുന്നത്. സോ ഐ എം ആക്ച്വലി യൂസിങ് നോഡ്. നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് നോഡ്. ഇനി നമുക്ക് അതിന്റെ ടാഗ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ആൽപൈൻ ആണെങ്കിൽ അതിന് മുന്നേ നമുക്ക് ആക്ച്വലി യു ക്യാൻ സി നോഡിന്റെ പല വെർഷൻസ് ഉണ്ട്. 12, 18, 20, 24 അങ്ങനെ പല ഇമേജസ് നമുക്ക് റിലീസ്ഡ് ആണ്. സോ ആക്ച്വലി ഞാനിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത് നോഡിന്റെ തന്നെ നോഡ് ഇമേജിന്റെ 18th വേർഷൻ. സോ ലൈക്ക് 18 ആൽപൈൻ, സോ ദാറ്റ് ഇറ്റ് ഈസ് മോർ സ്ലിമർ ദാൻ ദി ഒറിജിനൽ വേർഷൻ. നമുക്കിപ്പോ ആക്ച്വലി ഇതിന്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ആക്ച്വലി കാണാം ഏതൊക്കെ ഇമേജസ് ആണ് ആക്ച്വലി അവൈലബിൾ എന്ന് കാണാം. അപ്പൊ നമുക്ക് നോഡ് 18 ആൽപൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രം ഇമേജ് നോഡ് 18 ആൽപൈൻ. സോ ദിസ് ഇസ് വാട്ട് ഐ എം യൂസിങ് ആസ് മൈ ബേസ് ഇമേജ്. രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് എന്താ, നമുക്ക് നോഡ് ആക്ച്വലി ഇൻസ്റ്റാൾ അല്ല. നമ്മൾ ആക്ച്വലി നോഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഒരു നോഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അതിന്റെ പാക്കേജസ് അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാക്കേജസ് ആക്ച്വലി ഇൻസ്റ്റാൾഡ് ആണോ എന്ന് നോക്കും. സോ ആ ഒരു കമാൻഡ് നമ്മൾ എന്തൊക്കെ കമാൻഡ് ആണോ ഇവിടെ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെ ഫയൽസ് വേണോ അതൊക്കെ ഇവിടെ ഈ ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താ ആ ഒരു കണ്ടെയ്നർ റൺ ആവത്തുള്ളൂ. സോ ആക്ച്വലി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്ച്വലി നമ്മുടെ packend.json ഫയൽ വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് കോപ്പി കമാൻഡ്. സോ ബേസിക്കലി കോപ്പി സോഴ്സ് ഡെസ്റ്റിനേഷൻ. എവിടെയാണോ എന്റെ ഡെസ്റ്റിനേഷൻ, ഏത് സ്പെസിഫിക് ഫോൾഡർ ആണോ യൂസ് ചെയ്യേണ്ടത് എങ്കിൽ ആ സ്പെസിഫിക് ഫോൾഡർ ആണ് നമുക്ക് ഡെസ്റ്റിനേഷനായി കൊടുക്കേണ്ടത്. എൽസ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഫയൽ ഡയറക്ടറി അല്ലെങ്കിൽ ആ ഫയൽ സ്ട്രക്ചർ ചെയ്യുന്നത് എവിടെയാണോ ഫയൽ എടുക്കുന്നത് ആ ഫയൽ എങ്ങോട്ടാണ് കോപ്പി ചെയ്യേണ്ടത് അതാണ് സോഴ്സിൽ വരേണ്ടത്. എങ്ങോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് ഡെസ്റ്റിനേഷനിൽ വരുന്നത്. സോ റൈറ്റ് നൗ ഈ സോഴ്സിൽ എനിക്ക് കോപ്പി ചെയ്യേണ്ട ഫയൽ എന്ന് പറയുന്നത് package.json ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ച്വലി എനിക്ക് ഇപ്പോൾ കോപ്പി ചെയ്യേണ്ടത് ആ കണ്ടെയ്നറിന്റെ റൂട്ടിലേക്ക് തന്നെ കോപ്പി ചെയ്യേണ്ടത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കോപ്പി ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കാനായിട്ട് ഡോട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ /ആപ്പ് കൊടുക്കാം. ഇഫ് യു ആർ നമ്മൾ എന്താ പറയാ ആപ്പിലേക്കാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സോ നമ്മൾ package.json കോപ്പി ചെയ്തു. അടുത്ത നമുക്ക് എന്താ വേണ്ടേ, npm ഇൻസ്റ്റാൾ റൺ ചെയ്യണം. അങ്ങനെ ആ ഒരു npm ഇൻസ്റ്റാൾ റൺ ചെയ്യെങ്കിൽ മാത്രമേ നമ്മുടെ package.json ഉള്ള ആ കമ്പോണൻസ് അല്ലെങ്കിൽ ആ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ആവത്തുള്ളൂ. സോ ഇതിന്റെ അകത്തേക്ക് ഒരു കമാൻഡ് റൺ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് റൺ കമാൻഡ്. സോ റൺ കമാൻഡ് അതാണ് ഈ റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൺ ഡയറക്റ്റീവ് ഇസ് യൂസ് ടു ആക്ച്വലി എക്സിക്യൂട്ട് എ കമാൻഡ്. സോ എനിക്ക് ഇവിടെ ഇനി വേണ്ടത് npm ഇൻസ്റ്റാൾ ആണ്. സോ വി ആക്ച്വലി ഗിവ് റൺ npm ഇൻസ്റ്റാൾ. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ package.json നമ്മൾ കോപ്പി ചെയ്തു. അപ്പൊ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ npm ഇൻസ്റ്റാൾ റൺ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ കോഡ് നമുക്ക് ആക്ച്വലി വേണം.
ആപ്ലിക്കേഷന്റെ കോഡ് നമുക്ക് ആക്ച്വലി കണ്ടെയ്നറിനുള്ളിലേക്ക് കോപ്പി ചെയ്തിട്ടല്ല നമുക്ക് റൺ ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ നമുക്ക് എക്സ്ട്രാ അഗെയിൻ ഒരു കോപ്പി സോഴ്സ് ഡെസ്റ്റിനേഷൻ കോപ്പി എവറിത്തിങ് ഫ്രം ഹിയർ എന്ന് കാണിക്കാനാണ് കോപ്പി ഡോട്ട് കൊടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡോട്ട് സ്പെസിഫൈസ് എന്താ പറയുക, ഞാൻ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിൽക്കുന്ന ലൊക്കേഷൻ. ഞാൻ ഇവിടെ ഒരു വർക്ക് ഡയറക്ടറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ സിസ്റ്റത്തിൽ സീഡ് ഉപയോഗിക്കുന്ന പോലെ ഒരു കോൺസെപ്റ്റ് ആണ് വർക്ക് ഡയറക്ടറി വരുന്നത്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കോപ്പി ഡോട്ട് ഡോട്ട് എന്ന് പറയുന്നത് കോപ്പി എവറിത്തിങ് ഫ്രം ഞാൻ നിൽക്കുന്ന ഫോൾഡർ ടു എന്റെ കണ്ടെയ്നറിനുള്ള ഉള്ളിലുള്ള ഫോൾഡർ ലൊക്കേഷൻ. സോ ആ ഒരു ഫോൾഡർ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ വർക്ക് ഡയറക്ടറി എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിക്കും. വർക്ക് ഡയറക്ടറി സ്പെസിഫൈസ് ദ ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ വർക്കുകളും കാര്യങ്ങളും നടക്കുന്നത്. സോ ഞാൻ ഇവിടെ ആക്ച്വലി നിങ്ങൾ കോപ്പി ചെയ്ത് നോക്കിയാൽ കാണാം, ഐ ആക്ച്വലി കോപ്പി മൈ പാക്കേജ് ഡോട്ട് ജേസൺ ടു /app. അപ്പോൾ ഈ വർക്ക് ഡയറക്ടറി ഞാൻ ഇവിടെ /app മാറ്റി. സോ ദാറ്റ് മൈ application code is actually copied inside /app. Okay. Then we can give a to exposure port. ഇവിടെ ആക്ച്വലി ദിസ് ഇസ് ഒരു ഡെഫിനിഷൻ പോലെ ഇതാണ് എക്സ്പോസ് ചെയ്യുന്നത്, നമുക്കൊരു ലേബിൾ പോലെ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ആണ് എക്സ്പോസ് എന്ന് പറയുന്നത്. സോ വി ഗിവ് expose 3000. സോ നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ ഡിപ്പെൻഡൻസീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തു. packend.json നമ്മൾ എടുത്തു, npm ഇൻസ്റ്റാൾ ചെയ്തു, ആവശ്യമുള്ള നെസസറി കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ആപ്ലിക്കേഷന്റെ കോഡ് കോപ്പി ചെയ്ത്. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടേ, നോഡ് index.js. നമുക്ക് index.js നോഡ് വെച്ച് റൺ ചെയ്യണം. സോ ദാറ്റ്സ് ഹൗ ഒരു നോഡ് ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു വേണമെങ്കിൽ നമുക്ക് റൺ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ ഒരു കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ മെയിൻ പേർപ്പസ് എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ലാസ്റ്റ് കമാൻഡ് ആണ്. ലാസ്റ്റ് കമാൻഡ് ഇസ് ആക്ച്വലി യു ടെൽ വാട്ട് ദ ആപ്പ് ഇസ് ആക്ച്വലി റണ്ണിങ്, ഇവിടെ എന്താണ് റൺ ചെയ്യുന്നത്, എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ആ ഒരു ലാസ്റ്റ് ഡിഫൈനിങ് പ്രോസസ്സിനാണ് നമ്മൾ CMD പറഞ്ഞു കൊടുക്കുന്നത്. സോ CMD ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ട സിൻടാക്സ് ഇസ് വെരി സിമ്പിൾ. നമ്മളിപ്പോൾ നോഡ് ഉണ്ടെങ്കിൽ നോഡ് കൊടുത്തു. And what is node executing? Node is actually executing index.js. So yeah, this is ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷന്റെ സ്ട്രക്ചർ, ആപ്ലിക്കേഷനിലെ ഡോക്കർ ഫയലിന്റെ സ്ട്രക്ചർ, ബേസിക് സിൻടാക്സ്. നമ്മളൊരു നോഡ് ആപ്ലിക്കേഷൻ അപ്പാക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ബേസിക് സിൻടാക്സ് എങ്ങനെയാകും എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ഡോക്കർ ഫയൽ. സോ നമുക്ക് ഇനി ആക്ച്വലി ഇതിനെ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി നമുക്കൊരു ഇമേജ് ആക്കിയിട്ട് വേണം നമുക്ക് റൺ ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമാൻഡ് ആണ് ഡോക്കർ ബിൽഡ് എന്ന് പറയുന്നത്. ഡോക്കർ ബിൽഡ് -f വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ആണെങ്കിൽ എനിക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ വേറെ ലൊക്കേഷനിലല്ല ഇരിക്കുന്നത്. എന്റെ ആക്ച്വലി ഡോക്കർ ഫയൽ ഇവിടെ തന്നെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡോക്കർ ബിൽഡ് നമുക്കൊരു ടാഗ് കൊടുക്കാം, മൈ ഡെമോ ആപ്പ്. മൈ ഡെമോ ആപ്പ് നമ്മളിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു നെയിമില് ഈ ഒരു ഡയറക്ടറിയിൽ നിന്ന് എന്റെ ഡോക്കർ ഫയൽ ബിൽഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കാണുന്ന 1 out of 5 എന്നൊക്കെ കാണാം. ആക്ച്വലി ഉണ്ടോ നമ്മുടെ ഫസ്റ്റ് അതിന് മുന്നേ നമുക്ക് 1 out of 5 നമുക്ക് ആക്ച്വലി കാണുന്ന ഒരു ഇമേജ് ഉണ്ടോ? ഫസ്റ്റ് പ്രോസസ് എന്താ ഇവിടെ നടന്നേ, ഡോക്കർ ഇമേജ് പുള്ളി ചെയ്ത് നമ്മളെ സ്പെസിഫിക്കലി ഒരു ഇമേജ് നമുക്ക് സെപ്പറേറ്റ് ആയി പുള്ളി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ അത് ആക്ച്വലി docker.i അതായത് ഡോക്കർ ഹബിൽ നിന്ന് ഇത് ആക്ച്വലി പുള്ളി ചെയ്ത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ
സെക്കൻഡ് കമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ package.json കോപ്പി ആവുന്നു. തേർഡ് കമാൻഡ് npm ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആക്ച്വലി ഓരോ കമാൻഡ് എന്ന് പറയുന്നത് ഓരോ ലേയേഴ്സ് ആണ്. ഈ ലേയേഴ്സ് എത്രത്തോളം സിമിലർ ആവുന്നു അത്രത്തോളം കാഷേഡ് ആയിരിക്കും. ഞാനിപ്പോ ഇതേ ഇമേജ് ഉപയോഗിച്ചിട്ട് വേറൊരു ആപ്പാണ്, ഇതേ ഒരു ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ എനിക്ക് സിമിലർ ഡോക്കർ ഫയൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് അവിടെ ഓൾറെഡി ഒരു ഡോക്കർ ഇമേജ് ലെയറിന്റെ ക്യാഷെ ഉള്ളത് കൊണ്ട് നെക്സ്റ്റ് ടൈം ബിൽഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് സ്ക്രീൻ പോയി പ്രസന്റ് ചെയ്യുന്നു. യെസ്, ഞാൻ ആക്ച്വലി ആ നോഡിന്റെ എറർ എന്താന്ന് നോക്കിയായിരുന്നു. 1 സെക്കൻഡ്. ഓക്കെ. സ്ക്രീൻ കാണാവോ? Visible ആണ്. കാണാലോ അല്ലേ? അതെ. സോ നമുക്ക് ഇപ്പൊ ആക്ച്വലി അത് നോഡ് ആപ്ലിക്കേഷൻ ലെയർ വന്നുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്കർ ബിൽഡ് -t എന്നിട്ട് നമ്മൾ നെയിം അല്ലെങ്കിൽ ടാഗ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാനത് അപ്പാക്കി, അതാണ് ഡോക്കർ ഇമേജ് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കാണാൻ ആക്ച്വലി ഇവിടെ ഞാനത് അപ്പാക്കി. സോ നമുക്ക് ഒരു ഡിഫറെന്റ് നെയിമിൽ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ സെയിം നെയിം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എറർ അടിക്കും. ഡോക്കർ ഇമേജ് pm എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോ ആക്ച്വലി ഇതുണ്ടോ, ഇത് വളരെ സ്പീഡായിട്ട് ഇതിന്റെ ബിൽഡ് ഫിനിഷ് ആയി. ദാറ്റ്സ് ബിക്കോസ് ആക്ച്വലി ഞാൻ ആ ഇമേജ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമേജ് ബിൽഡ് ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിന്റെ ലേയേഴ്സ് അത് റീയൂസ് ചെയ്തു. സോ നമുക്കിത് ആക്ച്വലി വേണമെങ്കിൽ ഡോക്കർ ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. ഡോക്കർ ഡെസ്ക്ടോപ്പ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ റൺ ചെയ്ത എൻജിനെക്സിന്റെ ഇമേജസ് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ആക്ച്വലി ഡോക്കർ ഹബിൽ നിന്ന് പുള്ള് ചെയ്ത ഇമേജസ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ആക്ച്വലി സ്റ്റാർട്ടിങ് ബിൽഡ് ചെയ്യാൻ നോക്കിയ ഡോക്കർ ഡെമോ എന്ന് പറഞ്ഞ ഇമേജ് നമ്മുടെ അടുത്തുണ്ട്. ആൻഡ് ഡോക്കർ ഇമേജ് ലാസ്റ്റ് നമ്മളിപ്പോൾ റൺ ചെയ്ത ഡോക്കർ ഇമേജ് DM ഉണ്ട്. രണ്ടിന്റെയും ഇമേജ് സൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ബോത്ത് ആർ ആക്ച്വലി ഹാവിംഗ് ദ സെയിം ഇമേജ് സൈസസ്.
നമുക്കിപ്പോൾ ആക്ച്വലി ഡോക്കർ ഇമേജസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഡോക്കർ RMI നമുക്ക് ഇമേജ് ID നമ്മൾ കൊടുക്കുകയാണെങ്കിൽ യു കൻ സി ആ ഇമേജ് ഡിലീറ്റ് ആയി. നമ്മളത് വിട്ടിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ ഇമേജ് അതും കൂടെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്കർ ഇമേജസ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി സി നമ്മൾ ആക്ച്വലി ഉണ്ടായിരുന്ന 2 ഇമേജസ് ഉള്ളൂ. സോ നമുക്കൊരു ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് കാണുമെങ്കിൽ വി ക്യാൻ ആക്ച്വലി ഒന്നും കൂടെ നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത് ഡോക്കർ ആപ്പ് ടെസ്റ്റ് എന്നാണ്. ഡോക്കർ ആപ്പ് ടെസ്റ്റ് നമുക്ക് ഈ ഒരു ഫോൾഡറിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ഡോക്കർ ബിൽഡ് ഡോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, സി യാ ഓൾറെഡി ഇമേജസ് ക്യാഷ്ഡ് ആയി കിടക്കുന്നതുകൊണ്ട് ദാറ്റ് ബിൽഡ് വാസ് ഫാസ്റ്റർ. ആൻഡ് സി നമുക്കിപ്പോൾ ഡോക്കർ ഇമേജസ് അടിച്ച് നോക്കുകയാണെങ്കിൽ can see that images existing over here. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് പോലെ നമുക്ക് ഈ ആപ്പിനെ റൺ ചെയ്ത് നോക്കാം. സോ ഡോക്കർ റൺ ഡിറ്റാച്ച്ഡ് ആയിട്ട് റൺ ആണെങ്കിൽ -D. പിന്നെ നമുക്ക് പോർട്ട് ബൈൻഡ് ചെയ്യണം. പോർട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ നെറ്റ്വർക്ക് ഹോസ്റ്റ് നമ്മുടെ കണ്ടെയ്നർ പോർട്ടും ഏതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ആപ്പിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 3000 യൂസ് ചെയ്യണമെന്ന്. സോ നമ്മൾ 3000 ബൈൻഡ് ചെയ്തു. ആക്ച്വലി 3000 ബൈൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. സ്റ്റാൻഡേർഡൈസ് പ്രാക്ടീസ് പോലെ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് എല്ലാ കണ്ടീഷനിലും ഈ 3000 സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരേ പോർട്ടിൽ ലിസൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ പല മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, ഓക്കെ ഡൺ. നമുക്കിപ്പോൾ പോർട്ട് നമ്മൾ ബൈൻഡ് ചെയ്തു. സോ നമുക്ക് ആക്ച്വലി ഇമേജ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ ഡോക്കർ ആപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഇമേജ് യൂസ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നർ ഇപ്പോൾ അപ്പ് ആൻഡ് റണ്ണിങ് ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ 3000 പോർട്ട് ഇസ് ആക്ച്വലി ലിസണിങ് ടു ആപ്പിന്റെ ഉള്ളിലെ 3000 പോർട്ട്. അപ്പോൾ നമുക്ക് ഡോക്കർ ലോഗ്സ് ടെയിൽ ചെയ്ത് കാണാം. ആപ്പ് ഇസ് ലിസണിങ് ഓൺ ലോക്കൽ ഹോസ്റ്റ് 3000. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രൗസർ എടുത്തിട്ട് 3000 ലിസൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി കാണാം നമ്മളെ ആപ്പാക്കിയ ആപ്ലിക്കേഷൻ കമ്മിങ് ഫ്രം ദ നോഡ് ആപ്പ്. ആക്ച്വലി ഇതിപ്പോൾ ലിസൺ ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഉള്ളിലേക്കാണ്. ആക്ച്വലി ലിസണിങ് ടു ഇൻസൈഡ് വാട്ട് ദ ആപ്പ് ഇസ് ദ നോഡ് ആപ്പ് ഇസ് ആക്ച്വലി റണ്ണിങ് ഫ്രം. സോ ദാറ്റ് ഈസ് ഹൗ യു റൺ എ കണ്ടെയ്നർ. പിന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി ഓരോ നെയിംസ് സ്പെസിഫൈ ചെയ്ത് കാണാം. നമുക്ക് ആക്ച്വലി ആ ഒരു നെയിം എന്നുള്ളത് നമുക്കൊരു റൺ ചെയ്യുന്ന സമയത്ത് ഹൈഫൺ നെയിം എന്ന് പറഞ്ഞൊരു ടാഗ് വെച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കണ്ടെയ്നർ തന്നെ നമുക്ക് നെയിം ഫോർ എക്സാമ്പിൾ DM TBS എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആക്ച്വലി അപ്പാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോർട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ 3000 ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ഇപ്പോൾ ഉള്ള 3000 പോർട്ടും നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3000 പോർട്ടും നമ്മളൊരു പോർട്ട് കോൺഫ്ലിക്റ്റ് നടക്കും. സോ നമുക്ക് ആക്ച്വലി ഉണ്ട് നമ്മൾ ഇന്റേണലി 3000 ലിസൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു 4000 കൊടുക്കാം. ഇവിടെ ആക്ച്വലി അത് അപ്പാവാൻ നോക്കിയിട്ട് അത് ഫെയിൽ ആയതുകൊണ്ടാണ് അതവിടെ ഇങ്ങനെ കിടക്കുന്നത്. നമുക്കിത് ആക്ച്വലി റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേറൊരു നെയിം യൂസ് ചെയ്യാം. നമ്മൾ ഇനിയിപ്പോൾ ഡോക്കർ PS അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം DM DBS2 എന്ന് പറഞ്ഞൊരു ഇമേജ്. നമുക്ക് ആക്ച്വലി കറണ്ടോ നമുക്ക് നെയിം ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്കൊരു ഇമേജിനെ നമുക്ക് കണ്ടെയ്നറാക്കി റൺ ചെയ്യാം. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 seconds ഒക്കെ റണ്ണിങ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ലിസണിങ് ഓൺ
ഫോർ 4000. അപ്പൊ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 4000 എടുത്ത് നോക്കുകയാണെങ്കിൽ സി ആപ്ലിക്കേഷൻ ഇസ് ലിസണിങ്. ഇന്റേണലി അത് ലിസൺ ചെയ്യുന്നത് 4000. ഇതൊക്കെ ഹാർഡ് കോഡാണ്, ആപ്ലിക്കേഷനിൽ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്ത സാധനങ്ങളാണ്. ഓക്കെ, സോ റൈറ്റ് നൗ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമുക്കിപ്പോ PS എങ്ങനെ ഉപയോഗിക്കാന്ന് പഠിച്ചു, നെയിം ടാഗ് എങ്ങനെ ഉപയോഗിക്കാന്ന് പഠിച്ചു, ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ആക്ച്വലി എങ്ങനെ ബെയർ ബോൺസ് ആയിട്ട് നമുക്ക് ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു. ഇതൊക്കെ ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. ആക്ച്വലി നമുക്ക് മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് നമുക്ക് ആക്ച്വലി ഒരു ഡോക്കർ കമ്പോസ് ഫയൽ എഴുതിയിട്ട് നമുക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്യാം. അത് കുറച്ചും കൂടെ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷനിലേക്ക് എത്തും. ഐ തിങ്ക് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ നിങ്ങളുടെ അടുത്ത ടോപ്പിക് ആണെന്ന് തോന്നുന്നു. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഓർക്കസ്ട്രേഷൻ എന്താണ്, കുബർനെറ്റീസ് എന്താണ്, അങ്ങനെ കുറച്ചും കൂടെ ഡീപ്പ് ഡൈവ് അതിനകത്തേക്ക് വരുമെന്ന് തോന്നുന്നു. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതായത് നമ്മളിപ്പോ ആൽപൈൻ ഇമേജ് അല്ലേ യൂസ് ചെയ്തേ സൈസിൽ കുറയ്ക്കാൻ വേണ്ടി. അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും വേസ് ഉണ്ടോ ഈ ഡോക്കർ ഇമേജിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി? ഡോക്കർ ഇമേജിന്റെ സൈസ് കുറയ്ക്കാൻ ഡോക്കർ സ്ലിം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ആ സ്ലിം ആപ്ലിക്കേഷൻ ഒക്കെ ആക്ച്വലി സ്കാൻ ചെയ്യും എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ പ്രോസസ്സ് ബെറ്റർ ആക്കാം. നമ്മളിപ്പോ ചില കേസുകളിൽ നമുക്ക് എല്ലാ ഫയലും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, ഡിപ്പെൻഡൻസി മാത്രം കോപ്പി ചെയ്തിട്ട് നമുക്ക് റൺ ടൈം ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ അനാവശ്യമായ നമ്മൾ കോപ്പി ചെയ്യുന്ന പല കാര്യങ്ങളും കുറയ്ക്കുകയാണെങ്കിൽ, പിന്നെ ലെയറുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞു ലെയേഴ്സ് പറഞ്ഞില്ലേ, ലെയേഴ്സിന്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് ക്യാഷ് ചെയ്ത് ഇമേജിന്റെ സൈസും പോരാത്തതിന് ലെയേഴ്സ് റീയൂസ് ചെയ്യുമ്പോൾ ക്യാഷയും കുറച്ചും കൂടെ എഫക്റ്റീവ്ലി വർക്ക് ആവും. ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോ യൂസ് ചെയ്ത CMD അല്ലാതെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞൊരു ഇതും കൂടി അല്ലേ, അത് തമ്മിലുള്ള ആക്ച്വലി ഡിഫറൻസ് എന്താ? എൻട്രി പോയിന്റ് ആക്ച്വലി എന്താ പറയാ, നമ്മളൊരു സെറ്റ് ഓഫ് കമാൻഡ്സ് നമ്മൾ CMD കമാൻഡിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ CMD എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു പ്രോസസ്സർ റൺ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. എൻട്രി പോയിന്റിൽ വേണമെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് കമാൻഡ്സ് പറഞ്ഞു കൊടുക്കാം. എന്താ പറയുക, ഇതിങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എൻട്രി പോയിന്റ് ക്യാൻ ടിപ്പിക്കൽ യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ആർഗ്യുമെന്റിനെ ബൈപ്പാസ് ചെയ്യുക, CMD ആർഗ്യുമെന്റിനെ ബൈപ്പാസ് ചെയ്യാന്ന് ചെയ്യാം. പക്ഷെ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഡോക്കർ ഫയൽസ് ഉണ്ട്. ബേസിക്കലി പല ഡിഫറെന്റ് പ്രോസസ്സുകൾക്കാണ് എൻട്രി പോയിന്റും CMD യൂസ് ചെയ്യുന്നത്. അമൽ, ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുന്നില്ലേ നമ്മുടെ എന്താണ് പാക്കേജസ് ഒക്കെ വെച്ചിട്ട്, ഒരു കോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയായിരിക്കും അല്ലെങ്കിൽ ഒരു ഡീസെന്റ് ആയിട്ട് ഒരു കോഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ മിനിമൽ സൈസ് ഓർ ദ മാക്സിമം സൈസ് വി ക്യാൻ അഡോപ്റ്റ് ഫോർ? അതിപ്പോ കോഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഡോക്കർ ഹാർഡൻ അല്ലെങ്കിൽ ഹാർഡൻഡ് ഇമേജസ് എന്ന് പറയും. ബേസിക്കലി ഈ ഒരു ഇമേജ് നമ്മൾ സെക്യൂരിറ്റി വൈസ് സ്ട്രോങ് ആക്കുക. ബേസിക്കലി നമുക്ക് ഈ ഒരു ഇമേജ് നമ്മൾ സെക്യൂരിറ്റി വൈസ് സ്ട്രോങ് ആക്കുമ്പോൾ ഇമേജിന്റെ സൈസ് ഒരിക്കലും കൂടത്തില്ല. ഡിപ്പെൻസ്, നമ്മൾ വേറെ എന്തെങ്കിലും ആക്ച്വലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റുന്നത് ഈ ഡോക്കർ ഹബിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും ഈ വേർഷനിലൊക്കെ അവര് സ്പെസിഫൈ ചെയ്ത വൾണറബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് വാർണിംഗ്സ്. അപ്പോൾ അതിനകത്ത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇമേജസ് ഉണ്ട്. ഡോക്കർ ഹാർഡൻഡ് ഇമേജസ് നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സേഫർ ആയിട്ട് തോന്നിയ ഇമേജസ്, അതായത് ഒന്ന് ഹാർഡൻഡ് ഇമേജസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെസ് വൾണറബിലിറ്റീസ് ഉള്ള ഇമേജ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഇമേജസ് നമുക്ക് യൂസ് ചെയ്യാം. അവിടെ സൈസിന് ഡിഫറൻസ് വരുന്നില്ല. പിന്നെ എന്നുള്ളത് നമ്മുടെ
മിക്ക ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യുമ്പോൾ മിക്കവാറും റൂട്ട് യൂസർ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. റൂട്ട് യൂസറിന് പകരം സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോ ലെവൽ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രോസസ് ആ ഒരു സബ് യൂസർ, അതായത് റൂട്ട് യൂസർ കൊടുക്കാണ്ട് ഒരു ലോ ലെവൽ യൂസറിനെ വെച്ചിട്ട് ആ പ്രോസസ്സുകൾ റൺ ചെയ്യിപ്പിക്കുക. ബേസിക്കലി നമ്മളൊരു സിസ്റ്റം എങ്ങനെയൊക്കെ റൺ ആക്കുക നമ്മൾ സെക്യൂർ ആക്കൂ, അതുപോലെ തന്നെയുള്ള പാച്ച് വർക്കും കാര്യങ്ങളും നമുക്കൊരു ഡോക്കർ ഇമേജസിലേക്ക് വരുന്നുള്ളൂ. സ്പെസിഫിക്കലി ഹാർഡൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് ഇമേജ് പോലെ അതിനുള്ള എന്തെങ്കിലും വൾനറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് പാച്ച് ചെയ്യുക. പിന്നെ നമ്മളിപ്പോ പിന്നെ നമ്മൾ മറ്റേ സെർവറിലേക്ക് പോകുമ്പോൾ അനാവശ്യമായിട്ട് പോർട്ടുകൾ എക്സ്പോസ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ. നമ്മൾ സെക്യൂരിറ്റി ഹാർഡനിങ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇതിന്റെ ഇമേജിന്റെ സൈസ് കൂടത്തില്ല. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മള് ഒരു ഡോക്കർ ഫയൽ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസ് വേർഷൻ ഇമേജ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോ ഒരു സെനാരിയോ, ഇപ്പൊ ഞാൻ ഇന്നൊരു ബേസ് വേർഷൻ ഇമേജ് യൂസ് ചെയ്തു, ദാറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഫോർ ടുഡേ. ഇപ്പോ ആ ഇമേജ് വെച്ചിട്ട് ഞാനൊരു ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിനെ ഞാൻ കണ്ടെയ്നർ ആയിട്ട് റൺ ചെയ്തു. എന്റെ ആപ്ലിക്കേഷനിൽ വേറെ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല, ഇറ്റ് ഈസ് റണ്ണിങ് സ്മൂത്ത്. ഞാൻ ചോദിക്കുന്ന സിനാരി ഇതാണ്. സോ അനദർ 6 months ഞാൻ ബേസ് ഇമേജ് ആയിട്ട് യൂസ് ചെയ്ത ആ ഇമേജ് ഡിപ്ലിക്കേറ്റഡ് ആയിപ്പോയി. ദെൻ വാട്ട് വിൽ ബി മൈ സിറ്റുവേഷൻ? അത് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഈ ആപ്ലിക്കേഷൻ അത് ഇമ്പാക്ട് ചെയ്യൂ, അല്ല ദാറ്റ് വിൽ ബി റണ്ണിങ് ആസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്? നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഇമേജ് നമ്മൾ ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ഇട്ടു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എൻജിനെക്സിന്റെ ഒരു ഫോർ എക്സാമ്പിൾ xx.yy എന്നുള്ള ഒരു ഇമേജ് വെർഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വിചാരിക്കുക. സോ ഡോക്കർ ഹബിൽ ആ ഇമേജ് എത്ര കാലം സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിച്ചാൽ നമ്മളത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡോക്കർ ഹബിൽ നിന്ന് ആക്ച്വലി നമുക്കത് കോൾ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഡോക്കർ ഹബിൽ നിന്ന് കിട്ടും. രണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ആ ഇമേജ് സ്പെസിഫിക്കലി ഡോക്കർ ആർമി ഇമേജിനെയും കളയാത്ത വണ്ണം നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഇമേജ് കിടക്കുന്നുണ്ടാവും. അത് രണ്ടാമത്തെ പോയിന്റ്. ആ ഇമേജ് നമ്മളെ സെക്യൂർഡ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, നമ്മളിപ്പോ ഡോക്കർ ഹബിൽ നിന്ന് നമ്മൾ പുള്ളി ചെയ്തല്ലോ, അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് റെപ്പോസിറ്ററീസിലേക്ക് സ്റ്റോർ ചെയ്യാം. നമ്മുടെ ഇപ്പോ ഡോക്കർ ഹബിൽ തന്നെ ഡോക്കർ ഹബിന്റെ പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് ഉണ്ട്, അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ AWSന് ECR ഉണ്ട്, ഗൂഗിളിന് അവർക്കും ഉണ്ട്, ഒരു കണ്ടെയ്നർ രജിസ്ട്രി ഉണ്ട്. അതിന്റെ അകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു പേര് നമുക്ക് ആവശ്യമുള്ള ടാഗിലേക്ക് പുഷ് ചെയ്തിടാം. സോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്ത സ്ഥലത്തേക്ക് ഉണ്ടാവും. ആസ് ലോങ് ആസ് നമ്മുടെ പബ്ലിക് റെപ്പോസിറ്ററീസ് ഉണ്ടാവുന്ന അത്രയും കാലം അതും ഉണ്ടാവും. റെയർ കേസസ് ആണ് ഞാൻ ഡിപ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്യുന്നത്. അതെ, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു ഡെപ്രിക്കേറ്റഡ് ഇമേജ് ഉണ്ടെങ്കിൽ അതിന് ലോങ് ടേമിൽ ഇപ്പൊ നമ്മളൊരു OS അപ്ഡേറ്റ് ആഫ്റ്റർ 5 years ഗോയിങ് ടു ഗെറ്റ് സ്റ്റോപ്പ്. അതേമാതിരി ഇപ്പൊ ഡെപ്രിക്കേറ്റഡ് ഇമേജിന്റെ പല രീതിയിലും അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കണ്ടെയ്നേഴ്സ് സ്റ്റോപ്പ് ആവുന്ന ചാൻസസ് ഉണ്ട്. അറിയില്ല, ആസ് ലോങ് ആസ് എന്താ പറയാ, നമ്മുടെ മിക്ക ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മിക്ക പുതിയ ആപ്ലിക്കേഷൻസ്, ഇപ്പൊ പോസ്റ്റ്ഗ്രസ് എന്ന ഒരു എക്സാമ്പിൾ വിചാരിക്കും. പോസ്റ്റ്ഗ്രസിന് നമ്മളിപ്പോ ആക്ച്വലി റൺ ചെയ്യുന്ന ഒരു കേർണൽ വെർഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആക്ച്വലി പോസ്റ്റ്ഗ്രസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ബാക്ക്വേർഡ് കേർണൽസ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് മിക്ക ആപ്ലിക്കേഷൻസും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോ ആസ് ലോങ് ആസ് മൈ ഡോക്കർ ഡീമൺ ഇസ് സപ്പോർട്ടിങ്, ആപ്ലിക്കേഷൻ റൺ ആവും. മോസ്റ്റ് കേസസ് അത് റൺ ആവും. ഓക്കെ, താങ്ക് യു. നമുക്ക് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Does Docker engine usually go down in production? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല, ഒന്നും കൂടെ റീഫ്രേസ് ചെയ്യാവോ? Neville, can you rephrase your question?
ആ വൈ ഡോക്കർ ഇസ് കോമൺ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഡോക്കർ ആണ് മെയിൻ സ്ട്രീം ആയിട്ട് ലൈക്ക് കുറെ പേര് യൂസ് ചെയ്തത്. ലൈക്ക് എൻവിഡിയക്ക് കൂടെ ഉള്ള പോലെ തന്നെ പല ഡെവലപ്പേഴ്സും യൂഷ്വലി അത് ആ ഒരു ടെക്ക് ഓപ്റ്റ് ചെയ്ത് തുടങ്ങി. ആ ഒരു ഡെവലപ്പർ ഫ്രണ്ട്ലിനെസ് എന്നാലും കുറെ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ പലരും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഡിപ്പെൻഡന്റ് ആയെന്നല്ല, അവരുടെ ഒരു വർക്ക് ഫ്ലോ അതിനകത്തേക്ക് മാറി. ഫോർ എക്സാമ്പിൾ ആക്ച്വലി നമ്മൾ വേറൊരു സിനേറിയോ പറയുകയാണെങ്കിൽ AMD NVIDIA ചിപ്പ് നോക്കുകയാണെങ്കിൽ NVIDIAന്റെ അത്രയും പവർഫുൾ ആയ ചിപ്സ് AMD റിലീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡെവലപ്പേഴ്സ് ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത് NVIDIA ആണ്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു ഇത് ഈ ചിപ്സുകളിൽ GPU ചിപ്സുകൾ റിലീസ് ചെയ്ത സമയത്ത് കൂട എന്ന് പറയുന്ന ഒരു പോപ്പുലർ സോഫ്റ്റ്വെയർ അവർ ഇതിന്റെ കൂടെ റിലീസ് ചെയ്തു. സോ ആ ഒരു 7 to 8 years ഓഫ് മാർക്കറ്റ് കൂടെ ആക്ച്വലി അത് റൺ ചെയ്തു. ആ ഒരു ഡെവലപ്പേഴ്സിനെ അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി അട്രാക്റ്റഡ് ആക്കി. സോ ബേസിക്കലി ഒരു സിമിലർ കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. ഡോക്കർ വാസ് ആ സമയത്ത് കുറച്ചും കൂടി ആക്സസിബിൾ, കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി. സോ പീപ്പിൾ ഓൺ എ വൈഡ് റേഞ്ച് ആക്ച്വലി ഓപ്റ്റഡ് ഫോർ ഡോക്കർ. പോഡ്മാൻ ആരും യൂസ് ചെയ്യുന്നില്ല. പോഡ്മാൻ ഈസ് ഓൾസോ പോഡ്മാൻ്റെതായ ഒരു മാർക്കറ്റ് ഷെയർ ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ ആക്ച്വലി യൂസിങ് ഡോക്കർ ബിക്കോസ് ആൻസർ ചെയ്തു. ഓക്കെ. ആർക്കെങ്കിലും വേറെ ഡൗട്ട്സ് എന്തെങ്കിലും? ചാറ്റിൽ പറയാം. ഓൾമോസ്റ്റ് നമ്മൾ സെഷൻ എൻഡ് ആവാനുള്ള ടൈമായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. Thank you so much, Amal, for sharing your insights on containerization and showing like hands-on കൂടെ അമൽ കവർ ചെയ്തു. ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ കണ്ടെയ്നറൈസ് ചെയ്യുന്ന കാര്യമായാലും പിന്നെ എല്ലാ ലൈവ് ഡെമോ പൊളിയുന്ന പോലെ 1-2 എററൊക്കെ വന്നു, അതപ്പോൾ തന്നെ നമ്മൾ ഫിക്സും ചെയ്തു. And thank you for interaction, Neville, Jitin and all. You guys interacted. I guess Abhijit also asked few questions. I hope it was a very wonderful session for you guys. Once again, thank you so much. നമ്മൾ അടുത്ത സെഷൻസ് ഇതേപോലെ നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. All right. Thank you, Amal. Thank you, guys. Have a great day. Good night.